ജോബിൻ ബ്രോ നമസ്കാരം. ജോബിൻ ബ്രോ നമസ്കാരം. നമസ്കാരമുണ്ട്. നമസ്കാരം നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം ജോബിൻ ബ്രോ? ചൂട് ഭയങ്കര ചൂടല്ലേ അല്ലേ? ചൂട് ചൂട്. ഒരു 2 മണി. സുഖം സുഖം ജോബിൻ ബ്രോ. 2 മണിയെല്ലാം ഉറക്കം വരുന്നു. കുറേ ദിവസമായി ലൈവ് ചെയ്യാത്ത. അന്ന് രാത്രിയിൽ ലൈവ് ചെയ്തിട്ടില്ലേ, പിന്നെ ലൈവ് ചെയ്തില്ല. ഇനിയിപ്പം ചെയ്യുന്നില്ല. ജോബിൻ ബ്രോൻ്റെ ലൈവ് നാളെയല്ലേ പറഞ്ഞത്? മൺഡേ അല്ല, നാളെ നാളെ തന്നെ. ആ, ചൂടുണ്ട്. മഴ കഴിഞ്ഞാൽ ചൂട് തുടങ്ങി. അതെ, ചൂട് ഭയങ്കര ചൂടാണ്. നാളെ നാളെ എത്ര മണിക്കാണ് ജോബിൻ ബ്രോ? ഞാൻ രാവിലെ വരും. നാളെ ലീവാണ്. നാളെ ജോലിയില്ല. നാളെ ലീവാണ്. നാളെ ലീവ് എടുത്തിയാണ്. നാളെ എത്ര മണിക്കാണ്? 7:30. രാവിലെ 7:30. വൈകുന്നേരം വൈകുന്നേരം ആയിരിക്കും അല്ലേ? 7:30 തുടങ്ങാം. വൈകുന്നേരം ആയിരിക്കും. അതെ, വൈകുന്നേരം 7:30. രാവിലെ 7:30 ആയിരിക്കില്ല. കാരണം രാവിലെ 7:30. രാത്രി. രാത്രി. അതെ, നല്ല കാര്യമാണ്. ലൈവ് ചെയ്യണം. ഞാൻ വേറെ ഒരാൾ പറഞ്ഞോട് ലൈവ് തുടർച്ചയായി ചെയ്യണം, അല്ലെങ്കിൽ വാച്ച് അവർ തീരെ കുറഞ്ഞു വരും. പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അത് ആയിട്ടെങ്കിൽ അത്ര 4000 സബ് ആയിട്ടില്ലെങ്കിൽ പിന്നെ ആദ്യം ട്രൈ ചെയ്യണ്ടേ? ആദ്യം പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണ്ടേ? മോണിയാകാൻ അത്ര 1000 സബ്ബാണ്. 1000 സബ് പറ്റാൻ വേണ്ടത് മോണിയാകാൻ വേണ്ടിയിട്ട്. മോണിക്ക് 1000 സബ് പറ്റാൻ തോന്നും. മറ്റേ ചാനൽ നെയിം ഇട്ടില്ല. അപ്പം ജോബിൻ ബ്രോക്ക് 2 ചാനലുണ്ടാ? മറ്റേ ചാനൽ നെയിം ഇട്ടിട്ടില്ല. 2 ചാനലുണ്ടോ അല്ലേ? 1000 വേണം. വാച്ച് അവർ മസ്റ്റ്. 1000 വേണം. 1000 സബ് വേണം. സബ് വേണം. വാച്ച് അവർ മസ്റ്റ്. 1000 സബ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ മോണിയായി. വാച്ച് അവർ ആവില്ല, മോണിയാവും. വാച്ച് അവർ 4000 സബ്ബാണ്. വാച്ച് 4000. 4000 വാച്ച് അവർ വേണം. 365 ദിവസം. ഇന്നലെ മാല പറഞ്ഞ അക്കൗണ്ട്. ഇന്നലെ മാല പറഞ്ഞ അക്കൗണ്ട്. കാഫ്മല. അതെന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ലൈവിൽ കണ്ടില്ലേ ഞാൻ. അത് അവരെ ഈ മറ്റേ ഇതില്ലേ, വൈഫൈക്ക് എന്തോ തകരാറ് വന്നിട്ട് ഇന്ന് ടെക്നീഷ്യൻ വന്നു. ഇപ്പോൾ ലൈവിൽ അവർ പോസ്റ്റ് ചെയ്തിന്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാണ് ഇപ്പം ഞാൻ ലൈവിൽ തുടങ്ങിയത്. ഈ ടെക്നീഷ്യൻ വന്നിട്ട് ഇന്ന് ഒരുപാട് താമസിക്കുന്നു. നാളെ 7:30 തുടങ്ങുമെന്ന് പറഞ്ഞു. രാത്രി 7:30. ഓക്കെ. ഇന്നലെ രാത്രി ഞാൻ പോയിന്. ഞാനത് മറന്നും പോയി. ജോബിൻ ബ്രോയ്ക്ക് ഞാൻ അതിൻ്റെ അടുത്ത് കുറേ സബും എൻ്റെ കൂട്ട് കൊടുക്കലും മറ്റു എല്ലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അന്ന് ലൈവ് ചെയ്യുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് മറന്നും പോയി. നെയിം എന്താ നോക്കണം.
നെയിം കാഫ്മല കാഫ്മല എന്നാണ്. പക്ഷേ ഒരു മൂപ്പറ പേര് കാഫ്മല അല്ല, മൂപ്പറ പേര് മുഹമ്മദ് അലി എന്നാണ്. ഒരു ചാനൽ നെയിം കാഫ്മല അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇപ്പം നോക്കുക ഒന്നും കൂടി നോക്കിയിട്ട് ജോയിൻ ബ്രോക്ക് ഇന്ന് രാത്രി തന്നെ മറ്റേ ജോയിൻ ബ്രോൻ്റെ ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിൽ ഞാൻ മെസ്സേജ് അയക്കാം. കാഫ്മല ആണ്, അതെ കാഫ്മലയാണ്. അത് ഒരുപാട് സബ് എനിക്ക് കിട്ടി. ഞാൻ ലൈവിൽ പോയിട്ട് എനിക്കൊരു 50 സബ്ബങ്ങ് ലൈവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ. 50 പോലെ ഒരു 100 സബ്ബങ്ങ്. ആശാ സിസ്റ്റർ വന്നിട്ട്, ആശാ സിസ്റ്റർ നിലമ്പൂരി. ഹായ് സിസ്റ്റർ, നമസ്കാരം. ആശാ സിസ്റ്റർ ലൈവിൽ വരുത്തുന്നുണ്ട്. കാഫ്മലക്കാൻ്റെ ലൈവിൽ മുഹമ്മദ് അലി എന്നാൻ്റെ പേര്. നോക്കട്ടെ വരാൻ ജോയിൻ ബ്രോ പറയും. അതെ, അപ്പോൾ സബ് കൂടി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്സാഹം കിട്ടും. കുറേ 500 1000 ആയി കഴിഞ്ഞാൽ ഒരു ഉത്സാഹം വരും, ഒരു എനർജിയിലൂടെ ആകുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയും. ശരിക്കും ഓരോ ആൾക്കെല്ലാം മുന്നേറി വരാം. നമുക്കൊരു ഭയങ്കര ഇതിനോട്ടൊരു കൂടുതലൊരു എഡിറ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ തന്നെ വേഗം ആയി വരും. നമ്മൾ പിന്നോട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ വരുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചില ഈ ലൈവിൽ തന്നെ പെട്ടെന്നാണെന്നില്ല ഇത്. നമ്മൾ ബെറ്റെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യില്ല. നമ്മൾ ഒരാളോട് ബെറ്റ് ചെയ്യുന്നു ഇത്ര മാസത്തേക്ക്, അവർ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര മാസത്തേക്ക് 500 സബ്ബാവില്ല, അവൻ പറയും 500. അപ്പോൾ ആ ബെറ്റിലൂടെ പറഞ്ഞപ്പോൾ ആ ഇത്ര പൈസക്ക് ബെറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഉത്സവം ഉണ്ടാവില്ല. അത് നമുക്ക് കിട്ടുന്നില്ല. ആ എല്ലാവരും അങ്ങനെയല്ല. ഒരു ചാലഞ്ച് വെക്കുമ്പോൾ കിട്ടുന്നില്ല, സബ് കിട്ടുന്നില്ല. നോക്കട്ടെ വരാം. കിട്ടുന്നില്ല. മറ്റേ കാഫ്മലക്കാൻ്റെ ഇത് കിട്ടുന്നില്ല. ഞാൻ ജോയിൻ ബ്രോക്ക് ഇക്കാൻ്റെ ചാനലിൻ്റെ നെയിം ഞാൻ മറ്റേ മെസ്സേജ് അയക്കാം ഈ ലൈവ് കഴിഞ്ഞിട്ട്. അതെ, ഗെയിമർ വന്നിട്ട്. ഗെയിമറെ നമസ്കാരം. ഞാൻ വിനയൻ ബ്രോൻ്റെ ലൈവ് നോക്കി കിട്ടിയില്ല. ഇന്ന് ലൈവ് ചെയ്തിനാന്നറിയില്ല. രാജേഷ് ബ്രോ സ്നേഹം തരുന്നുണ്ട്. ഗെയിമർ താങ്ക് യു ബ്രോ. ജോബിൻ ബ്രോ ഹായ് ഗെയിമർ എന്ന് വിളിക്കുന്നുണ്ട്. ഗെയിമർ ജോബിൻ ബ്രോ സ്നേഹം കൊടുക്കുന്നുണ്ട്. ഞാൻ വിനയൻ ബ്രോൻ്റെ ലൈവ് ഉണ്ടാന്ന് നോക്കി, അപ്പം കിട്ടിയില്ല. എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല. ഇന്ന് ലൈവ് ചെയ്തിനാന്നറിയില്ല. ജോബിൻ ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് ഗെയിമറോട്. ഗെയിമർ ഞാൻ വിനയൻ ബ്രോയുടെ ലൈവിൽ പോകുന്നില്ല ബ്രോ. അതെയോ ജോബിൻ ബ്രോ സുഖമാണോ? ഞാൻ ഇന്നലെ തന്നെയാണ് ഞാൻ വന്നത്. ഓർമ്മയും കിട്ടുന്നില്ല. ഇന്നലെ തന്നെ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് വന്നിട്ട് പിന്നെ പെട്ടെന്ന് പോയി. ജോബിൻ ബ്രോ സുഖമാണെന്ന് ഗെയിമർ ചോദിക്കുന്നുണ്ട്. ജോബിൻ ബ്രോ സുഖം തന്നെ പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അങ്ങനെ കുറേ കൂട്ട് കൊടുക്കാനുണ്ടായിരുന്നു. മറ്റേ കൂട്ടാക്കിയവരെ നമ്മൾ കാഫ്മലക്കാൻ്റെ കയ്യിൽ നിന്ന് കൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. പിന്നെ അങ്ങനെ വല്ലതും കൂട്ടെല്ലാം കൊടുത്ത് പിന്നെ കുറേ എന്തെങ്കിലും കണ്ട് അങ്ങനെ കിടന്നു. ഗെയിമിംഗ് ബ്രോക്ക് മറ്റേ കാഫ്മല അക്കൗണ്ട് അറിയുമോ? ഗെയിമർ ബ്രോ ഇന്നലെ പ്രശ്നമായി ഞാൻ കാരണം. അതെയോ, എന്താ പ്രശ്നം? ഈ ഇടക്കും പറഞ്ഞ പ്രശ്നമായി. ഇന്നലെ പ്രശ്നമായി ഞാൻ കാരണം. എന്താ പ്രശ്നം ബ്രോ? ജോബിൻ ബ്രോ അതേ സീൻ. ജോബിൻ ബ്രോ ഉണ്ടല്ല. ഗെയിമർ കാഫ്മല കണ്ടാൽ ചിലപ്പോൾ അറിയാമായിരിക്കും ജോബിൻ ബ്രോ. കാഫ്മലക്കാരുടെ ചാനൽ കണ്ടാൽ ചിലപ്പോൾ അറിയാമായിരിക്കും. അത് ഒരു സപ്പോർട്ടിങ് ചാനലാണ്.
അവരെ പേര് മുഹമ്മദ് അലി എന്നാണ്. അവരെ നല്ല സപ്പോർട്ടിങ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ആൾ ബ്ലൂ ഉണ്ട് അവിടെ. അങ്ങോട്ട് പിൻ ചെയ്ത് വെക്കും, സപ്പോർട്ടിങ് തരും. ആ അസറുദ്ദീൻ ബ്രോ ഹായ്, ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് അസറുദ്ദീൻ ബ്രോ. സുഖമാണോ അസറുദ്ദീൻ ബ്രോ ചോദിക്കുന്നുണ്ട്. സുഖം തന്നെ അസറുദ്ദീൻ ബ്രോ. ഫുഡ് കഴിച്ച് അപ്പോൾ കുറേ ലൈവ് ചെയ്യാത്ത, അങ്ങനെ ലൈവ് ചെയ്യാന്ന് വെച്ച്. ഒരുപാട് ഭയങ്കര ചൂടാണ് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ മാത്രമല്ല, മൊത്തം ഈ കേരളത്തിൽ മൊത്തം ചൂടന്നെ. അതിപ്പോൾ ഫാനും അടുത്ത് വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത്. സബ് തരുമ്പോൾ ആരെങ്കിലും ഞാൻ സബ് തരുമ്പോൾ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ആ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അസറുദ്ദീൻ ബ്രോനെ ഞാൻ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സബ് ചെയ്യാം. എൻ്റെ മറ്റേ ഈ ലാസ്റ്റ് ഷോർട്ട് വീഡിയോയിൽ ഒരു മെസ്സേജ് വെച്ചാൽ മതി. ഒരു മെസ്സേജ് ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഈ ലൈവ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞാൻ പിൻ ചെയ്യാം. ആ ജോബിൻ ബ്രോ, മറ്റന്നാളെ മഴ പെയ്യും എന്ന് തോന്നുന്നു. അതെ, ആ മഴ വരുന്നപ്പോൾ ഭയങ്കര ചൂടും ഉണ്ട്. ഗെയിമർ, ഇതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും അനുഭവം വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അസറുദ്ദീൻ ബ്രോ ചോദിക്കുന്നു സുഖമാണോ എല്ലാവർക്കും. സുഖം ബ്രോ. പക്ഷേ ഈ ചൂടിൻ്റെ പ്രശ്നമില്ല. ഗെയിമർ ബ്രോ ആണോ ജോബിൻ ബ്രോ? മഴേൻ്റെ ചോദിച്ചല്ലേ, ആണോ ജോബിൻ ബ്രോ 3K സബ് ഉണ്ടല്ലോ. 3K സബ് ഉണ്ടല്ലോ. അസറുദ്ദീൻ ബ്രോൻ്റെ ആയിരിക്കും പറഞ്ഞത് 3K സബ് ഉണ്ടല്ലോ. അസറുദ്ദീൻ ബ്രോ, ഇവിടെ നല്ല ചൂട്. അതെ, എല്ലായിടത്തും ചൂടാന്നിപ്പോൾ. അസറുദ്ദീൻ ബ്രോൻ്റെ സ്ഥലം എവിടെയാണ്? എൻ്റെ സ്ഥലം കണ്ണൂർ ജില്ലയാണ്, പഴയങ്ങാടി. ഗെയിമർ, അസറുദ്ദീൻ ബ്രോ സുഖം. എവിടെയാണ്? ഇവിടെയാ സ്ഥലം. അസറുദ്ദീൻ ബ്രോ, എനിക്ക് 4000 ആവാൻ സഹായിക്കുമോ? 4000 അല്ലേ? ആച്ചാറോ? ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഗെയിമർ, ഇവിടെ കിണർ വേറെ വറ്റിയിരിക്കുവാണ്. വറ്റിയിരിക്കും കിണറെല്ലാം, വെള്ളം വറ്റി ചൂട് കാരണം അല്ലേ? അസറുദ്ദീൻ എൻ്റെ ഭർത്താവ്, ഞാൻ കുട്ടിമോളാണ്. അസറുദ്ദീൻ എൻ്റെ ഭർത്താവ്, ഞാൻ കുട്ടിമോളാണ്. കുട്ടിമോളാണ്. എൻ്റെ വീട് കോട്ടക്കൽ. എൻ്റെ വീട് കോട്ടക്കൽ കേട്ടിട്ടുണ്ട്. കോട്ടയത്താ? കോട്ടക്കൽ. ഗെയിമർ നോക്കുന്ന ജോബിൻ ബ്രോ മലപ്പുറം ആണോ? ഗെയിമർ, കോട്ടക്കൽ പാലയോട് ആണോ? അസറുദ്ദീൻ ബ്രോ വിളിക്കുന്നു, കോട്ടക്കൽ പാലയോട് ആണോ? അപ്പോൾ അസറുദ്ദീൻ ബ്രോൻ്റെ കുറച്ചും കൂടി വേണം അല്ലേ? 4000 പച്ചവറ. അത് കിട്ടുമ്പോൾ കിട്ടുമായിരിക്കും. അത് മറ്റേ കാഫ്മലറിയാം. കാഫ്മല അസറുദ്ദീൻ ബ്രോ, കാഫ്മല മറ്റേ മുഹമ്മദ് അലി എന്ന ഒരു പേര്, ഒരു ചാനലിൻ്റെ പേര് കാഫ്മലയാണ്. ഞാൻ ദിവസം പോക്കുണ്ട്. സബ് ഒരുപാട് കിട്ടും. അവിടെ പിൻ ചെയ്ത് വെക്കും, ഒരു അരമണിക്കൂർ പിൻ ചെയ്ത് വെക്കും, പിന്നെ അടുത്ത ആൾ പിൻ ചെയ്യും. എൻ്റെ അക്കൗണ്ട് സബ് ചെയ്യും. ജോബിൻ ബ്രോ പറയുന്നത് എൻ്റെ അക്കൗണ്ട് സബ് ചെയ്യും. അപ്പോൾ അവിടെ അസറുദ്ദീൻ ബ്രോ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പിൻ ചെയ്ത് വെക്കും. പിൻ ചെയ്ത് വെച്ച് ഒരു ദിവസം തന്നെ 10-20 സബ് കിട്ടും. ഗെയിമർ ബ്രോ 4K സബ് ആണോ അതോ വാച്ച് ഹവർ ആണോ?
ഉദ്ദേശിച്ച് 4K സബ് ഇപ്പോൾ ഈ പറയുന്നത് എനിക്കറിയില്ലേ, ഞാൻ ഇങ്ങനെ വായിക്കുന്നേ ഇല്ല, ഇതിനെ പറ്റി ഒന്നും എനിക്കൊരു ഒരു തുമ്പാലും അറിയില്ല. ഞാനിപ്പം പറഞ്ഞല്ലേ 4K സബ് ആണോ അതോ വാച്ച് അവർ ആണോ ഉദ്ദേശിച്ച്? അസുദ്ദീൻ ബ്രോ കോഴിച്ചെന്ന എന്ന സ്ഥലമാണല്ലേ? കോഴിച്ചെന്ന. അബൂക്കാക്ക ഞാൻ അറിയും. ഞാൻ അബൂക്കാക്കൻ്റെ ഞാനും പോകാറുണ്ട്. ഞാൻ ചാനലിൽ പോയി, ഇന്നലെയും പോയി. ഇന്നിപ്പോൾ ഞാൻ മറ്റേ അബൂക്കാൻ്റെ ഇന്ന് ലൈവില്ല. ഇന്ന് അവർ മറ്റേ വൈഫൈ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ടെക്നീഷ്യൻ വന്നിട്ട് ഇന്ന് കുറേ താമസം പിടിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ പോസ്റ്റ് ഇട്ടേ യൂട്യൂബിൽ, ഞാനിപ്പോൾ പോസ്റ്റ് കണ്ടില്ല. അപ്പോൾ നാളെ നേരത്തെ എല്ലാവരും വരണമെന്നും പോസ്റ്റ് കണ്ടില്ലേ. ഞാൻ ഡെയിലി പോക്കുണ്ട് കാരണം ലൈവിൽ. നല്ല സപ്പോർട്ടിങ്ങാണ്, എല്ലാവരും പിൻ ചെയ്ത് വെക്കും, എല്ലാവർക്കും സംഭവിക്കും, നല്ല സപ്പോർട്ടിങ്ങാണ്. എനിക്ക് ഒരു 10, 70, 100 സംഭവങ്ങൾ അതിൽ തന്നെ എനിക്ക് കിട്ടിയത്, ആ ചാനലിനാണ് കിട്ടിയത്. ഞാനും പോകാറുണ്ട്, അസലും പോകാറുണ്ട്. ജോബിൻ ബ്രോ ഗെയിം യു ഫ്രം ഗെയിമറെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നതാണ്. ജോബിൻ ബ്രോ ഐ ആം ഫ്രം കേരള, തമിഴ്നാട്. ജോബിൻ ബ്രോ ഗെയിമർ സ്ഥലം തമിഴ്നാടാണ്. ഗെയിമർ സ്ഥലം തമിഴ്നാടാണ്. അപ്പോൾ അസുദ്ദീൻ ബ്രോ ഒക്കെ ഞാൻ മോഡറേറ്റ് അസുദ്ദീൻ ബ്രോ വാച്ച് അവർ 4000 ഇനി മോണിക്ക് കൊടുക്കണം, മോണിറ്റേഷൻ കൊടുക്കണം. വാച്ച് അവർ 4000 ഇനി മോണിക്ക് കൊടുക്കണം. അങ്ങനെ ഇതുണ്ടല്ലേ? വാച്ച് അവർ 4000 ഇതിൽ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന എത്ര? ജോബിൻ ബ്രോ ഓക്കെ. അസുദ്ദീൻ ബ്രോ വാച്ച് അവർ 4000 സബ് 4000 ആവാൻ 90 സബ് കിട്ടണം. 90 സബ് പെട്ടെന്ന് കിട്ടും. മറ്റേ നാളെ തൊട്ട് മറ്റേ ലൈവിൽ തന്നെ വന്നാൽ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയിമർ അസുദ്ദീൻ ബ്രോ ഹെൽപ്പ് ഹാഫ് മോണിക്ക് അപ്ലൈ ചെയ്യുമല്ലോ ഇപ്പോൾ. അസുദ്ദീൻ ബ്രോ ഹാഫ് മോണിക്ക് അപ്ലൈ ചെയ്യുമല്ലോ ഇപ്പോൾ. ഹാഫ് മോണി അല്ലേ? ഇതിന് ഞാനിപ്പോൾ കേൾക്കുന്ന പുതിയൊരു ഇതാണ്, ഇത് പഠിക്കുന്നതാണ്. അസുദ്ദീൻ ബ്രോ വാച്ച് അവർ സബ് 4000 ആവാൻ 90 സബ് കിട്ടണം. ഗെയിമർ അസുദ്ദീൻ ബ്രോ ഹാഫ് മോണിക്ക് അപ്ലൈ ചെയ്യാമല്ലോ ഇപ്പോൾ. ഗെയിമർ പകുതി മോണിയാകാൻ ഇതൊക്കെ മതി രാജേഷ് ബ്രോ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഞാൻ പഠിക്കുന്നത് നിങ്ങൾ ഇതിൽ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പകുതി മോണിയാകാൻ ഇതൊക്കെ മതി രാജേഷ് ബ്രോ. പകുതി മോണിയാകാം അല്ലേ? മോണിയാകാന്ന് വെച്ചാൽ 1000 സബ മറ്റേ ഗെയിമർ ജോബിൻ ബ്രോ പോയോ? ഈ മോണിയാകാൻ 1000 സബറ്റ അതേന്നല്ലേ? ഗെയിമർ എന്ന് പറഞ്ഞാൽ
അപ്പോൾ ഈ മറ്റേ ചില ലൈവിലെല്ലാം കാണൂലേ ഈ മറ്റേ ഇതിൻ്റെ ചിഹ്നം എന്താന്ന് മറ്റേ സൂപ്പർ ചാറ്റ് മറ്റേ അങ്ങനെ അത് എത്ര സബ് ഇല്ലാതിരിക്കാന്നത് ഈ സൂപ്പർ ചാറ്റ് എന്ന മെമ്പർഷിപ്പ് അതിനൊരു ചിഹ്നം ഉണ്ടാകാൻ കാണുന്നില്ല ചില കൂടുതൽ സബ് ഇല്ലാതിരിക്കാന്നോ അല്ലേ അത് എത്ര സബ്ബാന്നറിയില്ല ഞാൻ അതെത്രയാണെന്ന് ഗെയിമറേ ആ ഗെയിമർ സൂപ്പർ ചാറ്റ് ഓപ്ഷൻ വരുന്നത് മോണി സൂപ്പർ ചാറ്റ് ഓപ്ഷൻ വരുന്നത് മോണി അപ്പോൾ മോണി അങ്ങനെ 1000 സബ് അല്ലേ അസറുദ്ദീൻ ബ്രോ എനിക്കൊരു വാണിംഗ് കിട്ടി 3 മാസം വരെ ഇന്നലെയാണ് അത് പോയത് ഇനി കൊടുക്കണം ഇതിപ്പോൾ ഈ അസറുദ്ദീൻ ബ്രോ പറഞ്ഞതൊന്നും എനിക്കൊന്നും തിരിഞ്ഞില്ല കാരണം ഞാനിപ്പോൾ പുതിയ ആയതുകൊണ്ട് ഇതിൽ പഠിച്ചു വരുന്നത്രേ എനിക്കൊരു വാണിംഗ് കിട്ടി ഇപ്പം ഗെയിമർക്ക് ഇതെല്ലാം തിരിയും ഗെയിമറിന് മുമ്പേ ഈ ഗെയിമിൽ ആക്കുന്നതാണ് എനിക്കൊരു വാണിംഗ് കിട്ടി 3 മാസം വരെ ഇന്നലെയാണ് അത് പോയത് എനിക്ക് കൊടുക്കണം 3 മാസം വരെ ഇതിനുള്ളിൽ തീർക്കേണ്ട ഇതായിരിക്കും അല്ലേ അതിന് വാണിംഗ് ഗെയിമർ മോണി ആകുമ്പോൾ ആ ഓപ്ഷൻ വരും മോണി ആകുമ്പോൾ ആ ഓപ്ഷൻ വരും മോണി ആകുമ്പോൾ ആ ഓപ്ഷൻ വരും ഗെയിമർ ബ്രോ സ്ട്രിക്ക് കിട്ടിയതൊക്കെ അസറുദ്ദീൻ ബ്രോ സ്ട്രൈക്ക് കിട്ടിയതാകും അസറുദ്ദീൻ ബ്രോ സ്ട്രൈക്ക് കിട്ടിയതാകും അസറുദ്ദീൻ ബ്രോ ചാനലിൽ സ്ട്രൈക്ക് വരും അങ്ങനെ വരുമല്ലേ എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് കൂടുന്നുണ്ട് എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് കൂടുന്നുണ്ട് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വാച്ച് അവർ കൂടുതൽ അല്ലേ എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് കൂടുന്നുണ്ട് ഗെയിമർ ബ്രോ പറയുന്നുണ്ട് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആകും അസറുദ്ദീൻ ബ്രോയോട് പറയുന്നതാണ് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ആകും കോപ്പി റൈറ്റ് അസറുദ്ദീൻ ബ്രോ സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് കൊടുക്കാത്തത് ഇന്നലെ അത് പോയി 3 മാസം വരെ കിട്ടി 3 മാസം വരെ ഒരു വാണിംഗ് ആയിരിക്കും അല്ലേ വാണിംഗ് നേരത്തെ പറഞ്ഞില്ലേ സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് കൊടുക്കാത്തത് ഇന്നലെ അത് പോയി 3 മാസം വരെ കിട്ടി അപ്പം ഇത് കുറേ ഇങ്ങനെയല്ലേ വലിയ വലിയ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് ഗെയിമർ ബ്രോ ബ്രോ എനിക്കും തോന്നി ഇങ്ങനെ രണ്ടാൾ പറഞ്ഞെന്ന് എനിക്കൊന്നും ശരി പൂർണ്ണമായിട്ട് അങ്ങനെ ഒന്നും പോയില്ല തല്ലി ഇത് നമ്മൾ പഠിച്ച് വരുന്നത്ര അതുകൊണ്ടാണ് അറിയാത്തത് കാരണം ഇന്ന് രണ്ടാളും ഇതിൽ കൂടുതൽ നമ്മളെക്കാട്ടി മുമ്പിൽ ചാനലുമായിട്ട് പറ്റില്ല അതുകൊണ്ട് നമുക്കൊന്നും ഇതെല്ലാം അറിയണമെങ്കിൽ കുറേ ഇതിനും പിടിക്കും ഓരോ ലൈവിലിങ്ങനെ പറയുന്നേക്കാം മോർണിംഗ് ഇന്ത്യ ഞാൻ വ്യക്തമായിട്ടൊന്ന് ഇതാക്കില്ല ഞാൻ പോകുന്ന ചില ചാനലിലും കിട്ടിയിട്ടുണ്ട് ഞാൻ പോകുന്ന ചില ചാനലിലും കിട്ടിയിട്ടുണ്ട് ഈ വാണിംഗ് കിട്ടിയിട്ടുണ്ടല്ലേ അങ്ങനെയെല്ലാം ഉണ്ട് സംഭവം ഗെയിമർ മേലോട്ടോ അപ്പം ഇങ്ങനെ ഓരോ കടമ്പകളെല്ലാം തരണം ചെയ്ത് ഇതൊരു ഗെയിമിങ് പോലെ തന്നെ അല്ലേ ഈ ലൈവിലും ശരിക്കും ഒരു ഗെയിമിങ് പല ഇതും തരണം ചെയ്ത് ഭയങ്കര നല്ലൊരു ഇതുമാണ് ക്ഷമയും കാര്യവും അസറുദ്ദീൻ ബ്രോ കോപ്പി റൈറ്റ് അല്ല എൻ്റെ ടുഗദർ ഒരുത്തൻ ഡ്രസ്സില്ലാതെ കയറി അതിന് കിട്ടിയതാണ് കോപ്പി റൈറ്റ് അല്ല എൻ്റെ ടുഗദർ ഒരുത്തൻ ഡ്രസ്സില്ല ടുഗദർ രണ്ടാൾ വെച്ച് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തൻ ഡ്രസ്സില്ലാണ്ട് ഇരിക്കുന്നു ഇല്ലാതെ അതിന് കിട്ടിയതാണ് ഡ്രസ്സില്ലാണ്ട് ഷർട്ട് ഇടാണ്ട് ലൈവിൽ വന്നിട്ടുണ്ടാവും ഞാൻ പോകുന്ന ചില
ചാനലിലും കിട്ടിയിട്ടുണ്ട്. ഗെയിമർ നോക്കുന്നുണ്ട്. അതേ രാജേഷ് ബ്രോ, ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ രണ്ടാളും പറയുമ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വരികയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലൈവിൽ ശരിക്കും കേൾക്കേണ്ടത്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ 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 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അത് ഗുണം ചെയ്യുന്നതാണ്. കാരണം ഓരോ ആൾക്കും ഇങ്ങനെയില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. ഈ ഗെയിമിനെ ഈ മറ്റേ ലൈവിനെ പറ്റി ഇങ്ങനെയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം എന്താ, ഇത് നമ്മൾ പഠിക്കാൻ നമുക്ക് ഒരു ഇതാണ്. ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ നിൽക്കുമല്ലേ, അപ്പം വയ്യ നമുക്കത് ഗുണം ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം ഇപ്പോൾ പഠിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ രണ്ടാളും പറയുമ്പോൾ ഈ കാര്യങ്ങളെ പറ്റി. അപ്പം ഇനിയും കുറേ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇങ്ങനെ പിന്നാമ്പുറങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് ഈ ലൈവ് സ്ട്രീമിനെ പറ്റിയിട്ട്. ലൈവ് സ്ട്രീം മറ്റേ ലൈവ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോ ഉണ്ടത്, സാധാ വീഡിയോ ഇടുന്നത്. അത് രാജേഷ് ബ്രോ. അപ്പം ഇങ്ങനെയില്ല ഗെയിമർ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ 90 ഡേ വരാം. വേറെ സ്ട്രൈക്ക് കോപ്പിറൈറ്റോ ഒന്നും വരേണ്ട നോക്കണം. അപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ 90 ദിവസം വരെ വേറെ സ്ട്രൈക്കും കോപ്പിറൈറ്റും ഒന്നും വരാണ്ട് നോക്കണം. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ ഗെയിമറോട് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് എനിക്കൊരു കോപ്പിറൈറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്നറിയാം. ഞാൻ ഈ ഫോണിൽ ഈ മറ്റേ കരോക്ക ഇതില്ലേ, മ്യൂസിക് വേറെ പാടുന്നത്, അത് വെച്ചിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കുറച്ച് ആ പബ്ലിക് എന്ന ഇത് സ്ഥലമില്ലേ, നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ താഴെ പബ്ലിക് ആൾ വന്നിട്ട് ഓരോ എണ്ണം കാണിക്കുന്നത്, അവിടെയുടെ ബെല്ലിങ്ങനെ കുറേ എഴുത്ത് കോപ്പിറൈറ്റ് 60 ഡേയ്സ് അങ്ങനെ പെട്ടെന്ന് അത് ഡിലേ മൈൻഡ് ചെയ്തു. ഞാൻ ശരിക്കും വായിക്കാൻ ഇല്ല. അന്നേരം തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഡിലീറ്റ് ആയി കളഞ്ഞു, ആ ഷോർട്ട് വീഡിയോ എടുത്തിട്ട്. അതിൽ 60 ഡേയ്സ് എന്നാലും ഞാൻ കണ്ടില്ല. 60 സെക്കൻഡാണ് അങ്ങനെ 60 സെക്കൻഡ് എന്നിട്ടാണ്. മോനോ അതിൽ കൊടുത്തോലു സ്ട്രൈക്ക് വന്നാൽ ചാനൽ ബാൻ ആക്കും. ചില മ്യൂസിക് ഒക്കെ കോപ്പിറൈറ്റ് വരുമ്പോൾ അപ്പോൾ അങ്ങനെയില്ല ഒന്നും ഇനി ഈ മറ്റേ കരോക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ പാടിയിട്ട് അത് ഷോർട്ട് വീഡിയോ കൊടുക്കാൻ പറ്റുമോ അല്ലേ? അവർ മലയാളം പാട്ടാതെ പാടിയത്. പിന്നീട് താഴെ മറ്റേ ഈ പബ്ലിക് എന്നെല്ലാം എടുത്തിട്ട് പിന്നെ ഇത് കോപ്പിറൈറ്റ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. യേശുദാസ് സാറിൻ്റെ സോങ് യൂസ് ചെയ്താലും കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ സ്ട്രൈക്ക് വീഴും. യേശുദാസിൻ്റെ പാട്ട് തന്നെയാണ് ഞാൻ മറ്റേ ഇത് ചെയ്തത്. യേശുദാസിൻ്റെ പാട്ട് തന്നെയാണ്, യേശുദാസിൻ്റെ പാട്ടാണ്. അതേപോലെ ഞാൻ ലൈവിൽ അതേപോലെ ഒരു 3 ലൈവിൽ ഞാനിങ്ങനെ ഈ കരോക്കെ പാടിയിട്ട് എൻ്റെ ആ ലൈവിൽ കോപ്പിറൈറ്റ് വന്നിട്ട് ഞാനെന്നിട്ട് ഡിലീറ്റ് ആയി കളഞ്ഞു. ആ ചാനൽ അല്ല മറ്റേ ലൈവ് ഡിലീറ്റ് ആയി കളഞ്ഞു. ഞാൻ ചെയ്തതിന് വെച്ചിട്ട് വല്ലതും കുഴപ്പമുണ്ടോ നമുക്ക് അറിയില്ലേ അതിനെപ്പറ്റി. കുഴപ്പമാണെന്ന് വെച്ചിട്ട് പിന്നെ ബസ്സൊന്നും ഒരിക്കൽ ഞാൻ വരുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ ലൈവ് ചെയ്തു ബസ്സിന്ന്. അപ്പം ബസ്സിൽ നല്ല പാട്ട് വെച്ച് പൊളിച്ചിരുന്നു. കുറച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ താഴെ കോപ്പിറൈറ്റ്. ഞാൻ വേറൊരാളോട് ചോദിച്ചു, അത് ആ ഡിലീറ്റ് ആയി കളഞ്ഞു വന്നു. പിന്നെ അതിനെപ്പറ്റി മനസ്സിലായി കോപ്പിറൈറ്റ് ഉണ്ട്. ഇത് എനിക്കറിയില്ല. ഇനി കരോക്കെ വെച്ച് പാടിയിട്ട് ഷോർട്ട് വീഡിയോ കൊടുത്താൽ അപ്പോൾ അതിനും കോപ്പിറൈറ്റ്.
അപ്പോൾ അതാണ് കോപ്പിറൈറ്റ് വരാൻ കാരണം. യേശുദാസിന്റെ പാട്ട് വെച്ച് പാടിയിട്ട് അതെ യേശുദാസിന്റെ പാട്ടാ പാടിയത് ഞാൻ. യേശുദാസിന്റെ പാട്ട് പാടിയിട്ടാണ് ഞാൻ കോപ്പിറൈറ്റ് വന്നത്. എന്നിട്ട് തന്നെ ഡിലീറ്റ് ആയി കളഞ്ഞ ഷോർട്ട് വീഡിയോ. എൻ്റെ ഈ ചാനലിൽ തന്നെ 2-3 കോപ്പിറൈറ്റ് വന്ന് കിടപ്പുണ്ട്. അതെയാ, ആ ഗെയിമറെ ചാനൽ, എൻ്റെ ഈ ചാനലിൽ തന്നെ 2-3 കോപ്പിറൈറ്റ് വന്ന് കിടപ്പുണ്ട്. അതെന്തിനില്ലാന്ന് കോപ്പിറൈറ്റ് വന്നത് ഗെയിമറെ? എൻ്റെ ഈ ചാനലിൽ തന്നെ 2-3 കോപ്പിറൈറ്റ് വന്ന് കിടപ്പുണ്ട്. ചാനലിൽ തന്നെ 2-3 കോപ്പിറൈറ്റ് വന്ന് കിടപ്പുണ്ടല്ലേ? അത് മറ്റേ സിനിമ പാട്ടാരം വെച്ചിട്ടാ? സോങ്ങിന് ആണ് കോപ്പിറൈറ്റ് വന്നത് ബ്രോ. സോങ്ങിനാണ് കോപ്പിറൈറ്റ് വന്നത്. സോങ്ങിനല്ലേ? സോങ്ങിനാണ് കോപ്പിറൈറ്റ് വന്നത് ബ്രോ. ഗെയിമർ നേരത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞല്ലേ, ഇന്നലെ എന്തോ ഒന്ന് പോയിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായി. മറ്റേ വിജയൻ ബ്രോന്റെ ചാനലിൽ അതിപ്പോൾ ഞാൻ എന്താ പറയാൻ ബ്രോ? അതെ എന്നാ പറയണ്ട. ചെറിയ ഇതായിരിക്കുമപ്പാ. പിന്നെ നല്ലൊരു ഇതാണ്, നല്ല ആൾക്ക് നല്ല ഇതാണ് സ്വഭാവം. ആളൊരു പച്ചപ്പാവാണ്. അങ്ങനെ എന്തെല്ലോ പറയുന്നില്ല. പിന്നെ നല്ലൊരു മനസ്സാണ് ചെന്നൈക്ക്. ഞാനത് കുറയ്ക്കുകയല്ലേ പോന്നു. പിന്നെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതൊന്നും സാധനമാക്കണ്ട കഴിയുമ്പോഴേ ലൈവിൽ നമുക്ക് പോയി സപ്പോർട്ട് ചെയ്യാൻ പോവുക. അതിലെന്തറില്ല സമയത്ത് ഒരു ഇതുണ്ടാകുക. പിന്നെ അഞ്ചര സിസ്റ്റർ വന്നിട്ടുണ്ട്, ഹായ് എന്ന് പറയുന്നുണ്ട്. നമസ്കാരം അഞ്ചര സിസ്റ്ററെ, നമസ്കാരം. ലൈക്ക്, താങ്ക് യു അഞ്ചര സിസ്റ്ററെ. ഫുഡെല്ലാം കഴിച്ചില്ലേ അഞ്ചര സിസ്റ്റർ? ഞാൻ കുറേ ദിവസമായി ലൈവ് ചെയ്യാത്ത, അങ്ങനെ ഇന്ന് ലൈവ് ചെയ്തു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് ചെയ്യുന്നില്ല, ചൂടും ഇതെല്ലാം കൊണ്ട് എന്തെല്ലാം ആകുന്നു. പകൽ പിന്നെ സമയം പണിയില്ലോണ്ട് സമയം തീർത്തില്ല. കഴിച്ചോ? കഴിച്ചു സിസ്റ്ററെ, കഴിച്ചു, ഫുഡ് കഴിച്ചു. വെള്ളം കുടിച്ച് ഇതായി. ഭക്ഷണം അങ്ങനെ കഴിക്കാൻ കഴിയുന്നില്ല. കുടല് പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ഓരോ സെക്കൻഡ് വെച്ച് വെള്ളം കുടിച്ചു പോകൊണ്ടൊക്കെ. അതും കാര്യമാക്കണ്ട ക്യാമറ. നല്ല ഒരു പാർക്ക് എന്തോ ഒരു മറ്റേ ഇയാളോട് ഒരു ഇതാണ്, അതൊന്നും സുഖമില്ലാത്തൊരു മനുഷ്യനും. ഞാനപ്പോൾ ഇങ്ങനെ ഇതാകില്ല, എന്തെങ്കിലും ഒരു 10 റുപ്യ കിട്ടിയിട്ട് നമുക്ക് ചാനലും വലുതായിട്ട്. കാരണം ഒരു കഴിയാത്തൊരു ആളല്ലേ, അതുകൊണ്ട് നമുക്കൊരു
കണ്ണൻ ചേട്ടൻ വന്നില്ലേ? ഇല്ല, കണ്ണൻ ബ്രോ ഇപ്പം കാണുന്നില്ലല്ലോ, ലൈവും കാണുന്നില്ല ഞാൻ. അതല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം കിട്ടലുണ്ട്, മറ്റേ നോട്ടിഫിക്കേഷനെല്ലാം വരുത്തുണ്ട് കണ്ണൻ ബ്രോൻ്റെ. കണ്ണൻ ചേട്ടൻ വന്നില്ലേ? ആ ഇല്ല, വന്നില്ല. ഗെയിമർ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ അവരെ പറ്റി പറഞ്ഞതാണെന്ന് അവർ എന്നൊക്കെ പറയുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി പറഞ്ഞതാണെന്ന് അവരൊക്കെ എന്തൊക്കെയോ പറയുക. ഗെയിമർ പറഞ്ഞാന്ന് അവർ ചിന്തിക്കും അല്ലേ? അഞ്ജന സിസ്റ്റർ ഗെയിമറെ വിളിക്കുന്നുണ്ട്. ഹായ് ഗെയിം ലവർ പ്രോ എന്ന് വിളിക്കുന്നുണ്ട്. ഗെയിമർ അഞ്ജന മേഡം എന്ന് പറയുന്നുണ്ട്. ചൂട് കാരണം ഒരു 1, 2, 3, 2 മണിയെല്ലാം വന്ന് ഭയങ്കര ഉറക്കിങ്ങനെ വിൽക്കും. അഞ്ജന സിസ്റ്റർ അയ്യോ മേഡം എന്നൊക്കെ എന്തിനാ വിളിക്കുന്നത്? അത് കിടക്കട്ടെ അഞ്ജന സിസ്റ്റർ, അത് ഗെയിമർ ഒരു ബഹുമാനമാണ്. അത് നമ്മളെപ്പോലെ തന്നെ ഗെയിമർക്ക് ഒരു ബഹുമാനമാണ്. ഞാൻ ഗെയിമർ ഒരു കമൻറ്റ് എന്നോട് ചെയ്തില്ല, ഞാൻ നോക്കി. അപ്പം ഞാൻ ഗെയിമറെ മനസ്സിലാക്കി. മറ്റേ മിൻഹ മേഡം എന്ന് പറഞ്ഞില്ലേ, ഗെയിമറിൻ്റെ അതേ പ്രായം തന്നെ ആയിരിക്കും. അപ്പോൾ മിൻഹ മേഡം എന്ന് പറഞ്ഞപ്പോൾ ഗെയിമർ നല്ലൊരു ഒരാളാണ്. അയ്യോ മേഡം എന്ന് ഒക്കെ എന്തിനാണ് വിളിക്കുന്നത്? അത് ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഗെയിമർ ചെറിയ ആളാണ്. വയസ്സിന് ചെറുതാളെന്നാണ്, ചെറിയ ആളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. വയസ്സിന് ഞാൻ എല്ലാവരെയും റെസ്പെക്റ്റ് കൊടുത്ത് വിളിക്കുന്നതാ അഞ്ജന മേഡം. അതെ. ഗെയിമർ റെസ്പെക്റ്റ് തന്നെയാണ്. അത് നല്ലൊരു കാര്യമാണ്. റെസ്പെക്റ്റ് കൊടുക്കുന്നതല്ലേ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് അത് ഇതിൽ റെസ്പെക്റ്റ് അതെല്ലാവരും ചെയ്യില്ല. ചില ആൾക്കാർ പേരിലും കയറി വിളിക്കും. അങ്ങനെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ശരിക്കും പേരൊന്നും കയറിയിട്ട് പ്രായത്തിന് മുത്തരൊന്നും പേര് വിളിക്കാൻ പാടില്ല. അഞ്ജന സിസ്റ്റർ പേര് വിളിച്ചാൽ മതി. ഗെയിം ലവർ അല്ലേ? അഞ്ജന സിസ്റ്റർ എന്ന് വിളിച്ചോ. അഞ്ജന സിസ്റ്റർ എന്ന് വിളിച്ചോ. പേര് വിളിച്ചാൽ മതി ഗെയിം ലവർ, അല്ലെങ്കിൽ അഞ്ജന സിസ്റ്റർ എന്ന് വിളിച്ചോ. ഗെയിമർ ബട്ട് എന്തൊക്കെ പറഞ്ഞാലും മിൻഹ മേഡം ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് മിൻഹ മേഡം ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ അഞ്ജന സിസ്റ്റർ. മിൻഹ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ കണ്ടത് മറ്റേ ഈ വിനയം പോലെ നല്ലൊരു ഇതായിട്ടാണ് കുട്ടി ഇതായി കാണുന്നത്. ഇങ്ങനെ അതായത് ചിലയിടത്ത് സ്നേഹം കിട്ടാത്തടത്തുനിന്ന് നമ്മൾ വേറൊരു രീതിയിൽ ഇങ്ങനെ സ്നേഹം കിട്ടുമ്പം ഭയങ്കര ഇതായിരിക്കും. അപ്പം വേറൊരാൾ വന്ന് അവരോട് കൂടുതൽ അടുക്കുമ്പം അവർക്ക് ഒരു ഇത് വരും. അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗെയിമർ ലൈവിൽ പോകുന്ന സമയത്ത് അഞ്ജന സർ ഗെയിം ലവർ എവിടെ വീട്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്ക് അറിയില്ല. അതെന്താ ഞാൻ പറഞ്ഞുതരാം ഗെയിമർ. അതായത് വിനയം ബ്രോ
നല്ലൊരു ഇതല്ലേ ആ കുട്ടീനോട് നല്ല കുട്ടിക്ക് കൂടുതൽ. അപ്പം കുട്ടി എന്ന് ചില ഇപ്പം പറയുന്നുണ്ടല്ലേ സ്നേഹത്തിന് വേണ്ടി അടിപൊളി എന്ന് വെച്ചാൽ സ്നേഹവും മറ്റേ നല്ലൊരു ഇതെങ്കിലും കിടക്കുമ്പോൾ അപ്പം വേറെ ആൾ വന്നിട്ട് ഇതാകുമ്പോൾ ശരിക്കും അപ്പം എന്നെ സ്നേഹിക്കാൻ അങ്ങനെ ചെറിയൊരു മോളെ പോലെയാണ് ഒരു എൻ്റെ അനിയത്തി കുട്ടീനെ പോലെ. അപ്പം ആ സ്നേഹം എൻ്റെ ഇന്ന് പോയി പോകുന്നില്ല. ആ ശോഭത്തിൽ വരുന്നതാണ് ഗെയിമറോടുള്ള ദേഷ്യം. മനസ്സിലായ ഞാൻ പറഞ്ഞിട്ട് ഇത് ഗെയിമർക്ക് മനസ്സിലായെന്നറിയില്ല. അതായത് അനക്ക് മാത്രം ആ സ്നേഹം കിട്ടണം, വേറെ ആൾ വന്നിട്ടാകുമ്പോൾ ഇല്ല ആ ഒരു ദേഷ്യം ഗെയിമറിനോട് കാണിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ഇത് എന്ന് വെച്ച് ഞാൻ പറയുന്നതാണ്. ആ അഞ്ചാസ് ഗെയിം ലവർ എവിടെയാണ്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയില്ല. ഗെയിമർ കേരള തമിഴ്നാട് ആണ് അഞ്ജന സിസ്റ്റർ. ആ ഗെയിമർ തമിഴ്നാട്ടിലാണ്. പേരെന്താ? ആ ഞാൻ പേര് 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 പറയണ ഗെയിമറെ. ആ പേര് പറഞ്ഞേക്കാം, നമുക്ക് ഇവിടെ ഇതൊന്നുമില്ല ഫോർമാലിറ്റീസ്. ആ ഗെയിമർ എന്നെ വിളിച്ചാൽ മതി സിസ്റ്റർ, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം. ആ അഞ്ചാം സിസ്റ്റർ പറയാം, ഗെയിമർ എന്ന് വിളിച്ചാൽ മതി സിസ്റ്റർ, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാ ഇഷ്ടം. ആ ഓക്കെ ഗെയിം ലവർ. ആ അതെ. ആ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഗെയിമറെ, അപ്പം ഈ സ്നേഹം ഗെയിമറിന് കിട്ടുന്നുണ്ടോ എന്ന് ഇതുകൊണ്ടാണ് ഗെയിമറിനോട് ആ കുട്ടിക്ക് ദേഷ്യം പോലെ കാണിക്കുന്നത്. ഓക്കെ അഞ്ജന സിസ്റ്റർ എന്ന് പറയും. ഓക്കെ ഗെയിം ലവർ പറയും അഞ്ജന സിസ്റ്റർ. ആ അഞ്ജന സിസ്റ്റർ, ഞാൻ പോവുക രാജേഷ് ചേട്ടാ. ഗെയിം ലവർ ഗുഡ് നൈറ്റ്. ഇത്രയും നേരം ലൈവിൽ വന്നതിന് ഒരുപാട് സന്തോഷം അഞ്ജന സിസ്റ്റർ. നമുക്ക് അഞ്ജന സിസ്റ്റർ വീണ്ടും നാളെ കാണാം. ഗോഡ് ബ്ലസ് യു. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗെയിം ലവർ അങ്ങനെയെങ്കിലും അങ്ങനെ ആയിരിക്കും രാജേഷ് ബ്രോ. അത് തന്നെ സംഭവം. ഗുഡ് നൈറ്റ് അഞ്ജന സിസ്റ്റർ എന്ന് ഗെയിം ലവറുണ്ട്. അത് നമുക്ക് ഈ സ്നേഹമൊന്നും കിട്ടാത്തടത്ത് നമുക്ക് ഒരിതിൽ പോയിട്ട് നമുക്ക് കാണുന്നത് നമുക്ക് സ്നേഹവും ആ മനസ്സിൻ്റെ സന്തോഷവും നമുക്ക് കിട്ടുന്നില്ലേ, നമ്മൾ അടുത്തേക്ക് ഇതാവും. അപ്പോൾ ആ ഈ സ്നേഹം അക്കന്നെ കിട്ടണം. എൻ്റെ അടിയിലേക്ക് ആരും വരാം. അത് ചെറിയ കുട്ടിയാകുമ്പം ചെറിയൊരു മനസ്സായിരിക്കും, ചെറിയ പ്രായമല്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഗെയിമറും ആ ഇതിലിപ്പം എനിക്ക് കിട്ടുന്ന ഇതെല്ലാം അങ്ങോട്ട് പോയി പോകുന്നില്ല ഒരു പേടിയും ഭയം. അപ്പോൾ അതിലൊരു ദേഷ്യം വരും. മനസ്സിലാ? അപ്പോൾ ഗെയിമറോട് ദേഷ്യം വരും. അങ്ങനെയും വരും സംഭവം. മനുഷ്യ മനസ്സെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഗുഡ് നൈറ്റ് ആൻഡ് സിസ്റ്റർ. ആ ഞാനെന്തോ മറ്റേ ഈ വിനയം ബ്രോ പറയുന്നുണ്ട്, അത് ആ കുട്ടീൻ്റെ എന്തോ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പറയുന്നത് കേട്ടില്ല. കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പ് പറ്റും ഒരു സമയത്ത് ഞാൻ പറയുന്നുണ്ട്, ആ കുട്ടീൻ്റെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടീനെ അത്ര. അപ്പോൾ എന്തോ ഒരു ഇതുണ്ട്, കുട്ടി വീഡിയോ കോൾ ചെയ്തെന്നല്ല പറഞ്ഞു. അപ്പോൾ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. വിനയന് അത് സംഭവം അറിയും. അതുകൊണ്ട് വിനയന് ആ കുട്ടീനോടുള്ള സ്നേഹവും സഹതാവും, ആ കുട്ടിക്ക് വിനയനോടുള്ള സ്നേഹവും സഹതാവും. കാരണം ഞാനൊരു രോഗത്തിലുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ കാലിൻ്റെ ഇതെല്ലാം തള്ളവരൽ മുറിച്ച്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൊണ്ടാകുമ്പോൾ അവരൊരു അച്ഛനും മോളെ പോലെ വലിയ സ്നേഹം ഉണ്ട്. ആ ഗുഡ് നൈറ്റ് അഞ്ജന സിസ്റ്റർ. നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് നല്ല കാര്യമാണ്. ഞാനതിപ്പോൾ ലൈവിലാതെ പോകുന്നു. ഞാനപ്പം പോയി കഴിഞ്ഞാൽ നല്ല തമാശനും പറയും സിനിമയുടെ. ഞാൻ അങ്ങോട്ടും ചൂടാക്കും, പിന്നെ ഇങ്ങോട്ടും ചൂടാക്കും. അപ്പം അങ്ങനെയാണ്.
മണിക്ക് ലൈവ് നിർത്താം. 1 മണിക്ക് 12:21. അപ്പം അതൊന്നും ഗെയിമർ കാര്യമാക്കണ്ട. ഇത് ഒന്നും അത് സില്ലി മാറ്ററാണ്. പിന്നെ തന്നെ ഗെയിമറെ വിട്ടുപോകാനും കഴിയില്ല. ഇത് ഗെയിമർ നല്ല സപ്പോർട്ടിങ്ങും കാര്യമെല്ലാം ഉണ്ട്. അപ്പം ഗെയിമർ പോകാതിരിക്കാൻ പറ്റൂല ആ ചാനലിൽ. പോകണം. ആ ചാനൽ മാത്രം എല്ലാ ചാനലും പോയി സപ്പോർട്ട് ചെയ്യണം. പക്ഷേ രാജേഷ് ബ്രോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ പറയുന്നു. ബട്ട് എനിക്ക് അങ്ങനെ പറയുന്നത് ആവശ്യമില്ല ബ്രോ. എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ നെയിം മെഡിറ്റേഷൻ ചെയ്തു റിപ്ലൈ കൊടുക്കും ഞാൻ. മറ്റേ റിപ്ലൈ കൊടുക്കും. അതെ, അത് ചെയ്യാം. അത് ഗെയിമറിൻ്റെ തീരുമാനം പോലെ നടക്കില്ലേ. നമുക്കിപ്പം ഗെയിമറിനോട് അവിടെ പോകണ്ട ഒന്നും പറയാൻ കഴിയില്ല. ഗെയിമറിൻ്റെ ഇഷ്ടം പോലെ നമ്മളെ മനസ്സെന്നാ തോന്നുന്നു അതുപോലെ മുന്നോട്ട് പോകാം. പക്ഷെ എല്ലാ ചാനലും പോയി സപ്പോർട്ട് ചെയ്യണം. നല്ല കാര്യമാണ്. ഒരു ചാനൽ മാത്രമല്ല, എല്ലാ ചാനലും പോയിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഏത് ചാനലിൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട ആ ചാനലിൽ പോയി നിൽക്കുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. പൗർണമി സിസ്റ്റർ വന്നിട്ടുണ്ട്. നമസ്കാരം സിസ്റ്ററെ, ഹായ് എന്ന് പറയുന്നുണ്ട്. സിസ്റ്ററെ നമസ്കാരം. ഹായ് സിസ്റ്റർ. ഗെയിമർ, എനിക്ക് ഒരു ലൈവിലും പോയി പ്രശ്നമുണ്ടാക്കാതെ ആവശ്യമില്ല. എല്ലാം അവരുടെ ഇഷ്ടമാണ്. അതെ, അത് ശരിയാ. പൗർണമി സിസ്റ്റർ, ഞാൻ ഇപ്പോൾ കൂട്ടാക്കി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സിസ്റ്റർ. ഞാൻ സിസ്റ്റർ ഇക്കൻ്റെ ലൈവിൽ നിന്ന് കൂട്ടാക്കി അല്ലേ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാഫ്മാനൊക്കെ ഇന്ന് ലൈവില്ല. ഇക്കൻ്റെ മറ്റേ വൈഫൈൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് കുറേ താമസിച്ച് ഇന്ന് പോസ്റ്റ് കണ്ടിട്ട് ഇപ്പോൾ യൂട്യൂബിൽ മറ്റേ മുഹമ്മദ് അലിക്ക തന്നെ കാഫ്മാനാണ് ചാനലിൻ്റെ പേര്. ഞാനിപ്പോൾ കൂട്ടാക്കി. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സിസ്റ്റർ. ഗെയിമർ, ഈ ചാനൽ അതെ, ഈ ചാനൽ ഞാൻ തന്നെ ലൈവിൽ നിന്ന് പൗർണമി സിസ്റ്ററെ കൂട്ടാക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഗെയിമറെ എല്ലാ ചാനലും പോയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. നമ്മളെ മനസ്സെന്നാ നമുക്കൊരു ഇത് അതുപോലെ നിന്നിട്ട് നമുക്ക് പോയിക്കോളാം. ഏത് ചാനലും നിൽക്കില്ല. അതായത് നമ്മളെ മനസ്സ് പറയും. ഞാൻ എല്ലാ ചാനലും പോയിട്ട് സപ്പോർട്ട് ചെയ്യും. കുറച്ച് സമയം നിൽക്കും. ഞാൻ എന്നോട് ബ്ലൂ വേണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് കാണാന്നറിയാം. ഞാൻ ബ്ലൂ തന്നാൽ പിന്നെ അടുത്ത നിൽക്കണ്ടേ. വേറെ ചാനലിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബ്ലൂ വേണ്ട പറയില്ല. കാരണം എല്ലാ ചാനലും പോയി കഴിഞ്ഞാൽ നമ്മൾ ചാനലുകാർ നമ്മൾ സബ് ചെയ്യലും അതിൽ ചെയ്യും. ഗെയിമർ, മോംസ് ഏഞ്ചൽസ് ചാനൽ അറിയോ പൗർണമി മാഡം? മോംസ് ഏഞ്ചൽ ചാനൽ അറിയുമോ പൗർണമി മാഡം? മോംസ് ഞാനിവിടെ കണ്ട പോലെയുണ്ട്. ഞാൻ ചാനലിൽ പോയില്ല. മോംസ് ഏഞ്ചൽ ചാനൽ അറിയുമോ പൗർണമി മാഡം? ഞാൻ ആ ചാനലിൻ്റെ പേര് കേട്ട് ഞാൻ ആ ചാനൽ കണ്ട പോലെ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ മോംസ് ഏഞ്ചൽ ചാനൽ ഞാൻ ഇതിൽ പോയില്ലാന്ന് തോന്നുന്നു. മോംസ് ഏഞ്ചൽസ് ചാനൽ അറിയുമോ പൗർണമി മാഡം? ഗെയിമർ ലൈവ് അറ്റൻഡ് ചെയ്തില്ല എപ്പെങ്കിലും. ഞാൻ ശരിക്കും നോക്കിയില്ല ചാനൽ. വിനയം ബ്രോയുടെ ലൈവിൻ്റെ തമിഴ്, വിനയം ബ്രോയുടെ ലൈവിൻ്റെ ടൈമിൽ ഞാൻ പോകുന്ന 10
കാല് ലൈവുകൾ നടക്കുന്നത് അവിടെ പോലും പോകാതാ. വിനിയം ബ്രോയുടെ ലൈവിൻ്റെ ടൈമിൽ ഞാൻ പോകുന്നത് 10:15 ലൈവുകൾ നടക്കുന്നത് അവിടൊന്നും പോകാണ്ട് ആണ് ഞാൻ വിനിയൻ ബ്രോയുടെ ലൈവിൽ നിൽക്കുന്നത്. എന്നിട്ട് എന്നോട് ഇങ്ങനെയാണ്. ആ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാ ലൈവിലും പോയിക്കോ മറ്റേ ഗെയിമർ ബ്രോ. അപ്പോൾ ഗെയിമർ ബ്രോൻ്റെ ചാനൽ വളർത്തിയെടുക്കണ്ടേ? ഞാനതാ പറയുന്നത്. 10:15 ആയാലും വിനിയൻ ബ്രോൻ്റെ ആയാലും ഞാൻ അതാ ഗെയിമർക്ക് ചാനൽ ഇതാക്കി എടുക്കണ്ടേ? അതിന് നേരത്തെ ലൈവിൽ പറഞ്ഞു ഒരാൾ, നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇട്ടാലൊന്നും ആവില്ല, അത് ലൈവ് തന്നെ ചെയ്യണം. അപ്പോൾ ഗെയിമർ ചാനലും വളർത്തിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഗെയിമർ ഒരു ചെറിയ ഇതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പം ഗെയിമർക്ക് ഒരു ഇത് വരണ്ടേ എന്നാണ് ഞാൻ പറഞ്ഞത്. ചാനൽ വലിയ കെയും ഇതിലും 2K 4K അതെല്ലാം ആയിട്ട് വരണ്ടേ? അപ്പോൾ ഗെയിമർക്കും ചാനൽ നടത്തുന്നതാണ്. ഗെയിമിങ് ലൈവ് അല്ല, ഗെയിമിങ് ചാനലോ ലൈവായിട്ടില്ലയോ എല്ലാ ചാനലും പോയി സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല, പക്ഷെ ഗെയിമർക്ക് ചാനലാകുമ്പോൾ ഇത് കുറച്ച് ഇതാക്കി എടുക്കട്ടെ. ഒരു വണ്ടിയെങ്കിലും 10 പറഞ്ഞു ലൈവുകൾ ഒന്നേ പറഞ്ഞത് പോകും. 10 പറഞ്ഞു ലൈവുകൾ ആണെന്നാ പറഞ്ഞത് ബ്രോ. 10 പറഞ്ഞ് ലൈവുകൾ ആണെന്നാ പറഞ്ഞത് ബ്രോ. ഞാൻ ചോദിക്കുന്ന പറയാം, ഗെയിം ലൈവ് ചെയ്തിനാ? ലൈവായിട്ട് ചെയ്തിനാ? സ്ക്രീൻ കാസ്റ്റ് ലൈവോ അങ്ങനെ സാധാരണ ഫേസ് കണ്ടിട്ട് ലൈവോ? 10-15 ലൈവുകൾ ആ ടൈമിലുണ്ട് എന്നാണ്. 10-15 ഞാൻ 10:15 എന്നാണ് ഞാൻ വിചാരിച്ചത്. 10-15 ലൈവുകൾ ആ ടൈമിലുണ്ട്. ഗെയിമർ പോകുന്ന ലൈവ്, ആ ലൈവും വെച്ചിട്ടാണ് വിനയൻ്റെ ലൈവിൽ പോകുന്നത് നമുക്കും മനസ്സിലായി. അപ്പം ഗെയിമറെ നല്ലോണം പരിഗണിക്കണം. അപ്പം അതപ്പോൾ ഈ വിനയനോട് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ ഇത്രയും ഇതായി നിൽക്കുമ്പം ഞാൻ ഇടയ്ക്കൊക്കെ ലൈവ് ഇടാറുണ്ട് ബ്രോ. ആദ്യം എന്നപ്പോൾ ഇനി ഇടുമ്പോൾ എന്താ സമയം എന്നോട് ഗെയിമർ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഷോർട്ട് വീഡിയോയിൽ എൻ്റെ ഇതിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ കമൻറ്റിൽ മെസ്സേജ് ഇങ്ങോട്ട് അയച്ചാൽ മതി. ഞാൻ അന്നേരം വരും. അതെ അതെ. ഗെയിമറിന് ലൈവ് ചെയ്യും തുടർച്ചയായിട്ട്. ഇതല്ലാട്ട് 1K 2K നേരത്തെ ഒരാൾ വന്നിട്ട് ഇതാ അസുരത്തിന് ബ്രോ എന്ത് പറഞ്ഞില്ലേ 4000 എത്രയിലാണ് അതുമില്ലാട്ട്. നമ്മളിപ്പോൾ അടുത്ത് വന്നതാണ്. ഗെയിമറിന് മുമ്പേ ഉണ്ടാവും ലൈവിൽ. ഞാൻ യൂട്യൂബ് കാണലുണ്ട്. ഈ ലൈവിലെല്ലാം വരുന്നത് ഇപ്പോൾ അത്ര ഞാൻ പറ്റില്ല. ലൈവിലും ഒരു 3-4 മാസം 5 മാസം ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കാണലുണ്ട്. എന്നാൽ ഞാൻ ഈ ലൈവിലൊന്നും കാണലില്ല. ലൈവിൽ വന്ന് 2-3 പ്രാവശ്യം നോക്കി, ഇങ്ങനെ നോക്കി പിന്നെ ചില ലൈവ് ഇങ്ങനെ കാണും. പിന്നെ പെട്ടെന്ന് പിന്നെ അധികം ഞാൻ സിനിമയെല്ലാം കാണലാണ്. യൂട്യൂബിൽ സിനിമ കാണും, എന്തെങ്കിലും സ്റ്റോറി ഉണ്ട് അത് കാണും. അങ്ങനെയല്ല മുമ്പേ ലൈവെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ലൈവിലൊന്നും ഞാൻ പോക്കുന്നില്ല. പിന്നെ ഏതോ ലൈവിലും പോയി അങ്ങനെ ഇങ്ങനെ ആ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ വന്നുകൊണ്ട് ഞാൻ സബ് ചെയ്ത് പിന്നെ അങ്ങനെ ആ ലൈവിൽ കയറി അടുത്ത ലൈവ് അങ്ങനെയാണ് ഈ യൂട്യൂബിൽ ഇത് ലൈവാണ് തുടങ്ങി ഇപ്പോൾ അടുത്ത കാലത്ത്. അപ്പോൾ അതിന് മുമ്പേ ഗെയിമറെല്ലാം ലൈവ് ഇങ്ങനെ എല്ലാ ലൈവിലും പോകുന്നുണ്ടാവും. അപ്പോൾ ഗെയിമർ ചാനൽ ഇതാക്കിയെടുക്കണം. ഇങ്ങനെ ശരിയാവില്ല. കാരണം ഇത്രയും ലൈവും വെച്ചിട്ട് ഓരോ ലൈവിൽ പോയി സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പരിഗണന കിട്ടണം. വിനിയം ബ്രോയോട് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു. ദേഷ്യമുണ്ടെന്ന്
ബ്രോ വിനയം ബ്രോക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്നാ തോന്നുന്നു. ആ, ദേഷ്യം ഇപ്പൊ ഉണ്ടെന്നിപ്പോ അതൊന്നും പറയാൻ മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ ഒന്നും. നമുക്കെന്ന് വെച്ചാൽ ആരോട് ദേഷ്യം ഒന്നും ഉണ്ടാവില്ല. ഇപ്പം പറഞ്ഞ തന്നെ ഒരു ഉറക്കം കഴിഞ്ഞാൽ ഇതിലങ്ങ് ഓരോ ഉറക്കിലങ്ങ് തീരും. ഒരാളോട് ഞാൻ ദേഷ്യം പിടിക്കുക ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണ് ഏതൊരു മറ്റേ ആണിനെയായാലും സ്ത്രീ ലേഡീസ് വന്നാലും അവർക്കില്ലേ ബഹുമാനവും റെസ്പെക്റ്റും ഞാൻ കൊടുക്കും. ഞാൻ വിളിച്ചിട്ടില്ലേ ആര് വന്നാലും വിളിക്കുന്നത് അഞ്ജന സിസ്റ്റർ എൻ്റെ ലൈവിലധികം വിളിക്കുന്നത്. ഇപ്പം നേരത്തെ പൗർണമി സിസ്റ്ററെ ഞാൻ മുമ്പ് ഞാൻ കണ്ടേ കാർമലിക്ക് എൻ്റെ അതുകൊണ്ട് ഞാൻ സബ് ചെയ്തു. ഞാൻ പറയാണ്ട് തന്നെ സബ് ചെയ്തു. ഇപ്പോൾ എന്നെ നേരെ തിരിച്ച് സബ് ചെയ്തു. എങ്ങനെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ജാടി ഒന്നും കാര്യമൊന്നും നിങ്ങൾക്കൊന്നുമില്ല. എന്ത് ജാട് ഇന്നിപ്പോൾ കിടന്ന നാൾ എണീക്കും തന്നെ പറയാൻ കഴിയും. അത്രയും മനുഷ്യൻ്റെ കാര്യം. ആ, വിനയം ബ്രോയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഒരു നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ ഇത് കളിക്കുമ്പോൾ നമ്മളെ തീരെ ഒന്നും ആരും അല്ല. അങ്ങനെ ഓരോ ഇത് പറഞ്ഞാൽ വിനയം ബ്രോയിൽ ആരായാലും നമ്മളെ മൈൻഡിൽ പിന്നെ ആ ഭാഗത്ത് ഞാൻ എൻ്റേത് അങ്ങനെയാണ്. നമ്മളോട് നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ആ സ്നേഹം തരുന്നില്ലേ. ഇനി ആണെങ്കിൽ ആ ഏരിയയിൽ ഞാൻ പോകില്ല. അത് ഇനി എത്ര വലിയ ലൈവായാലും ലീവായാലും എന്തായാലും ലൈവല്ലാണ്ട് മനുഷ്യന്മാരെ സ്നേഹിതന്മാരെ ആരായാലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തരുന്നില്ല. പിന്നെ പുറത്തുനിന്നായിരിക്കും നമ്മളെ ശരിക്കും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്നില്ല, അവരെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ അതങ്ങനെ പറഞ്ഞ് ഇതായി നിൽക്കുന്നവരാണ്. ആ, ഞാൻ ബൈബിളിൽ പറയുന്നത് പോലെ ഞാൻ ബൈബിളിൽ പറയുന്നത് പോലെ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെന്നത് തന്നെ സൂര്യാസ്തമയം ആകുമ്പോഴേക്കും അതൊക്കെ മറക്കും. അതാണ് എൻ്റെ ശീലം. ആ, അത് നല്ലൊരിതാണ്. ദേഷ്യവും കാര്യം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഓരോ ഉറക്കം കഴിഞ്ഞാൽ എല്ലാം തീർന്നു. നമ്മൾ രാവിലെ ഉറങ്ങണിക്കൂലേ, രാവിലെ നമ്മൾ ഉറങ്ങണിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തിരിയുന്നുണ്ടാകും. ആ ഒരു എണീക്കല് നമുക്ക് ഒന്ന് നമ്മളെ മറ്റേ ബ്രെയിന് ഇതായിരിക്കും എല്ലാം ഡിലേറ്റ് ചെയ്തിട്ട് ഡെവലപ്മെൻ്റായി വരികയായിരിക്കും. ഒന്നും ഉണ്ടാവില്ല നമുക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ആ ഉറങ്ങി എണീക്കുന്ന സമയത്തേക്ക് ചിന്തിച്ചു നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കൂലേ, അത് നമ്മുടെ ബ്രെയിനിൽ ഒന്നും ഉണ്ടാവില്ല. അതല്ല പറയുന്നത്. ചെറിയ നമ്മൾ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് രാവിലെ എണീറ്റ് പഠിക്കണം. കാരണം ബ്രെയിൻ ഷാർപ്പായിരിക്കും. നല്ല ബ്രെയിനായിരിക്കും, ഷാർപ്പായിട്ട് ഇതെല്ലാം ഡിലേറ്റ് ചെയ്തിട്ട് അത്രയും മനുഷ്യൻ്റെ കാര്യം. ദേഷ്യം വെച്ചിട്ട് എന്തെന്നാ കാര്യം? ഒരു കാര്യമില്ല. അതൊരു നേട്ടവുമില്ല, ഒന്നും കാര്യമില്ല. അത്രയേ ഉള്ളൂ ബ്രോ. അതെ, അപ്പോൾ ഗെയിമർ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. അത് നമുക്കിങ്ങനെ തോന്നും നമ്മളോട് ദേഷ്യമുണ്ട്. പക്ഷേ ദേഷ്യമൊന്നും കാര്യമില്ല. നമുക്കിങ്ങനെ തോന്നൂലേ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവരോട് അവർ മുണ്ടോ തിരിച്ച് മുണ്ടോ. പക്ഷെ നമ്മൾ തോന്നണേ നമ്മൾ മുണ്ടുന്ന താമസമേ വേണ്ട, അവരിങ്ങോട്ട് തിരിച്ച് മുണ്ടും. നമ്മളൊരു കൺഫ്യൂഷനും കാര്യം ഇതല്ല. അത്രയേ ഉള്ളൂ ബ്രോ. ആ, അത്രയേ ഉള്ളൂ. മനുഷ്യൻ്റെ കാര്യമില്ല, അത്രയില്ല. ഇപ്പം ഒരു മണിക്ക് ലൈവ് കട്ടയ്ക്ക, 1 മണിയാകുമ്പോൾ കുറച്ച്. അതെ, ആ. അപ്പം നാളെ ഞാൻ പിന്നെയും ലൈവിൽ വരുന്നുണ്ട്. ഞാൻ വൈകുന്നേരം കാണാതെ വെച്ച് കാണാമല്ലേ. നല്ലൊരു മനുഷ്യനാണ്. എനിക്കെന്തൊക്കെ സംബന്ധിച്ച് പാവം ഒന്നും കഴിക്കാത്തൊരു കാലിന് സുഖമില്ല. പിന്നെ ആർട്ടിൻ്റെ ഇതെല്ലാം ആകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇതാണ്. ഒരു പെൺകുട്ടിയും കല്യാണം ചെറിയ പഠിക്കുന്ന പെൺകുട്ടിയുണ്ട്. പിന്നെ അതിൽ ഭാവിയിൽ നോക്കണ്ടേ, കെട്ടിച്ചയക്കണ്ടേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതാണ്. വേറെ ആരും
എന്താ ബ്രോ ലൈവിൽ വരാത്ത? ആ അത് ഞാൻ ലൈവിലിനെ മറ്റേ ഇത് ഇടാത്തോണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഈ ഇത് ചെയ്യലില്ല. ഇത് അതിൻ്റെ ലൈവ് ചെയ്യുന്ന മുമ്പിൽ നമ്മൾ ഇതാക്കലില്ലേ, അത് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഒരു 10-15 ലൈവിന് മുമ്പിൽ ഞാനത് ചെയ്ത സമയത്ത് നല്ല ആണ്ടായി. ഞാനത് ചെയ്യാൻ വിട്ടുപോയി. വേറെ ആരും നമ്മൾ അതിനെന്താ പറയല്, പിന്നെ അയക്കലാ. നമ്മൾ ഈ ലൈവെല്ലാം ചെയ്യുന്ന മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതി അയക്കലില്ലേ, ലൈവ് തുടങ്ങി കൂട്ടുകാരെ ഈ വരുന്നുണ്ട്, അങ്ങനത്തെ ഒന്നും ഞാൻ അയച്ചിട്ടില്ല. ഞാൻ അങ്ങനെ അത് ചെയ്യാണ്ടാണ് ഞാൻ ലൈവ് ചെയ്യില്ല. അത് എനിക്ക് തോന്നുന്നു അത് തെറ്റുന്ന പാൾട്ട് പറ്റിയതാന്ന് തോന്നുന്നു. ആ പാൾട്ട് പറ്റുന്നുണ്ടാന്ന്. പക്ഷെ എന്നെ പരിചയമില്ല ആളെല്ലാം വരും, അറിയുന്ന ആളെല്ലാം വരും. അറിയുന്ന ഇപ്പോൾ അഞ്ജന സിസ്റ്റർ ഉണ്ട്, കണ്ണൻ ബ്രോ ഉണ്ട്, വിനിയം ബ്രോ ഉണ്ട്, നേരത്തെ വന്ന പൗർണമി സിസ്റ്റർ ഉണ്ട്, ഷൈജു ബ്രോ ഉണ്ട്, നമ്മുടെ നാട്ടുകാരൻ ഷൈജു ബ്രോ ഉണ്ട്, മിഞ്ചിയമ്മയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട് ആളുണ്ട്. ജോബിൻ ബ്രോ ഉണ്ട്, നേരത്തെ വന്ന ഒരുപാട് ആൾക്കാർ ലൈവിൽ എനിക്ക് വരുന്നുണ്ട്. ഇവർ ലൈവ് കിട്ടുന്നുണ്ടാവില്ല, ലൈവ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് അതുകൊണ്ടായിരിക്കും എല്ലാവരും ലൈവിൽ വരും. ഈ ലൈവിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദിയും മറ്റേ തെലുങ്ക് ലൈവിൻ്റെയും മറ്റേ കന്നഡ ലൈവിൻ്റെയും അടക്കമായിരിക്കും ഈ ലൈവ് ഉണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ പിന്നെ അവർ അങ്ങോട്ട് പോകില്ല. ഞാൻ വിനയം ബ്രോയുടെ ഈ ദയനീയാവസ്ഥകളിൽ തന്നെ മറ്റു ലൈവുകളിൽ മാറ്റിവെച്ച് വിനയം ബ്രോയുടെ ലൈവിൽ മാത്രം നിൽക്കുന്നത്. അതന്നെയാണ്. എനിക്ക് ആ ഒരു ഇത് കണ്ടിട്ടാണ്, ദയനീയാവസ്ഥ കണ്ടിട്ടാണ്. മുമ്പ് വണ്ടിയെല്ലാം ഓടിച്ചൊരു മനുഷ്യല്ലേ, ഓട്ടോയിൽ. അപ്പോൾ ഈ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പോയിട്ട് എന്തെങ്കിലും ആയിക്കോട്ട്, നമ്മളെന്ന് ലൈവൊന്നും എനിക്ക് ഒന്നും നേരോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് ദിവസം പണിയുണ്ട്, ജോലിയുണ്ട്, അറിയുന്നൊരു തൊഴിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാം. വിനയം ബ്രോ അങ്ങനെയല്ല. വിനയം ബ്രോയ്ക്കെല്ലാം ഒരു ഇത് കിട്ടണമെങ്കിൽ ഇതിൽ കൂടുതലും ഒരു വരുമാനം കിട്ടിയ എത്ര നല്ലതാണ് മരുന്നിൻ്റെ കാര്യത്തിൽ. വിനയം ബ്രോ ഒരു പാവമാണ്. വിനയം ബ്രോ ഒരു പാവമാണ്, അതിന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു മോണി ഇതെല്ലാം ആയിട്ട് ഒരു പൈസ കിട്ടുന്ന ഇതായി കിട്ടുന്ന നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഞാൻ നിയമം പറഞ്ഞു പോകാണ്ടിരിക്കാൻ പറ്റൂല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് പോയി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇല്ലാത്ത സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. കഴിയാത്തൊരു മനുഷ്യല്ലേ, നല്ലൊരു നല്ല കാര്യമാണ്. പിന്നെ എന്നെ നല്ല കാര്യമാണ്. ഞാൻ പോയി രാജേഷ് ചേട്ടാ വന്നു നിൽപ്പുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ നമുക്കൊരു സഹതാപമാണ് മൂപ്പറോട്. ആണോ? RK ബ്ലോഗ് വന്നിട്ടുണ്ട്, RK ബ്ലോഗ്. ഹലോ വണക്കം. RK ബ്ലോഗ് കുറേ ദിവസമായി കണ്ടിട്ട്. ഞാൻ കുറേ ലൈവിൽ ചെയ്യാത്ത. എവിടെയാണ് ലൈവിൽ അങ്ങനെ ഓരോ ലൈവിലും പോയി സബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, അങ്ങനെയല്ലേ ഇതങ്ങനെ ലൈവിൽ കുറവാണ്. RK ബ്രോ ലൈവിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഗെയിമർ ബ്രോയാണ്, ഗെയിമർ ബ്രോ. ദിവസവും നമ്മളെ ലിങ്കിലും വരുന്ന ആളാണ് RK ബ്രോ. ചുമ്മാതല്ല, ഞാൻ ഇടയ്ക്ക് നോക്കും, കാണാറില്ല. ഞാൻ ഷോർട്ട് വീഡിയോയിൽ മറ്റേ RK ബ്ലോഗിൻ്റെ കുറേ കമൻറ്റെല്ലാം കണ്ടിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ലൈവ് ചെയ്ത് തുടങ്ങിയിട്ട്. പിന്നെ ഒന്നാമത് ചൂടും കാര്യമായിട്ട് പിന്നെ പകലുണ്ട്, പകലും സമയം കിട്ടുന്നില്ല. ലൈക്ക് 4 താങ്ക് യു RK ബ്ലോഗ്. ചൂടല്ലേ, ചൂട് നല്ല ചൂടല്ലേ. ഞാൻ ഫാൻ എടുത്ത് വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നു. ഫാന് ഇനിയിപ്പോൾ 1 മണി വരെ ലൈവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാന്ന് ഞാൻ വെച്ച്. ഗെയിമർ താങ്ക്സ് RK ബ്രോ. അതെ, ഞാനും ഈ RK ബ്രോ, ഞാനും ഗെയിമറും നമ്മൾ വിനയം ബ്രോനെ അറിയാം. വിനയം ബ്രോ സുഖമില്ലാത്ത മനുഷ്യല്ലേ, കാലിൻ്റെ ഇതെല്ലാം കിടലും ചൂട്. ഞാനിപ്പോൾ പോയേ ഉള്ളൂ ജ്യൂസ് കുടിക്കാൻ. അതെയാ, ജ്യൂസ് കുടിക്കണം ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കട്ടപ്പാലും കിട്ടിട്ട്
ഇടലും ചൂട്. ഞാനിപ്പം പോയോണ്ട് ജ്യൂസ് കുടിക്കുക. ഏതാ ജ്യൂസ് കുടിച്ചത്? ജ്യൂസ് ഏതാണ്? മറ്റേ ചിക്കു ഉണ്ട്, കോക്ടെയിലുണ്ട്, ഗെയിം ലവർ ഹായ്. വാട്ടർ മില്യൻ. വാട്ടർ മില്യൻ. ആ ഓ അങ്ങനെ ജ്യൂസ് ഉണ്ട് വാട്ടർ മില്യൻ. ആ ഗെയിമർ ആർ കെ ബ്ലോഗ് ബ്രോ ഹായ്. ആർ കെ ബ്ലോഗ് ജംബോ ഗ്ലാസ് തന്നെ കുടിച്ചു. ജംബോ ആ വലിയ ഗ്ലാസ് അല്ലേ? ജംബോ ഗ്ലാസ്. ആ തണ്ണിമത്തൻ. ആ തണ്ണിമത്തൻ മത്തനാണ്. ആ വാട്ടർ മില്യൻ. ആ തണ്ണിമത്തൻ. വത്തക്ക. നമ്മളിവിടെ കണ്ണൂർ ജില്ലയിൽ വത്തക്ക എന്ന് പറയും. ഗെയിമർ രാജേഷ് ബ്രോ മത്തങ്ങ ജ്യൂസ് ആണ്. ആ മത്തങ്ങ. മത്തങ്ങ. ആർക്കെപ്പോഴും മത്തങ്ങ എന്ന് പറയല്ലേ? നിങ്ങളുടെ അവിടെ വേറെന്തോ പേരല്ലേ? നമ്മളുടെ വത്തക്ക. മറ്റേ ഗെയിമർ പറഞ്ഞ മറ്റേ മത്തങ്ങ. മത്തങ്ങ മറ്റേ കറി വെക്കുന്നതല്ലേ? അതൊരു പേരുണ്ടല്ലേ, കുമ്പളങ്ങ മത്തങ്ങ. ഇവിടെ വത്തക്ക എന്ന് പറയില്ലേ? വത്തക്ക. നിങ്ങളുടെ അവിടെ വേറെന്താ പേരില്ലേ? വത്തക്ക. ഗെയിമർ അവിടെ മത്തൻ അല്ലെങ്കിൽ മത്തങ്ങ. ഇവിടെ മത്തൻ അല്ലെങ്കിൽ മത്തങ്ങ. നിങ്ങളുടെ നാട്ടിലല്ലേ? ഇവിടെ മത്തൻ അല്ലെങ്കിൽ മത്തങ്ങ. ഇവിടെ മത്തൻ വെച്ചാൽ ഒരു ഇത് മറ്റേ പച്ചക്കറി കുമ്പളം കുത്തിയ മത്തൻ മുളക്കം തന്നെ പറയില്ലേ? അതൊരു പച്ചക്കറി ഉണ്ടല്ലേ മത്തൻ, മഞ്ഞ കളർ വത്തക്ക പോലത്തത്. അതിന് മത്തൻ പറയും. മത്തൻ കുമ്പളം എന്ന് പറയും. മറ്റേ മമ്പയർ കറിയിലും ഇട്ട് അധികം വെക്കാതെ നല്ലൊരു ടേസ്റ്റാണ്. മമ്പയർ കറിയിലും ഇട്ട് വെക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും. ആർ കെ ബ്ലോഗ് ഞങ്ങൾ ട്രിവാൻഡ്രംകാർ തണ്ണി കൂടെ ചേർത്ത് വിളിക്കും. ഞങ്ങൾ ട്രിവാൻഡ്രംകാർ തണ്ണി കൂടെ ചേർത്ത് വിളിക്കും. തണ്ണി കൂടെ ചേർത്ത് വിളിക്കും. ആർ കെ ബ്ലോഗ് തണ്ണി വെള്ളം കൊഞ്ചം തമിഴ് മിക്സ്. തണ്ണി വെള്ളം കൊഞ്ചം തമിഴ് മിക്സ്. തണ്ണി വെള്ളം കൊഞ്ചം തമിഴ് മിക്സ്. ഗെയിമർ ബ്രോ പറഞ്ഞ മറ്റേത് ഇവിടെ പറയുന്നത്. ഗെയിമർ പറഞ്ഞ മറ്റേത് ഇവിടെ പറയുന്നത് പിശാലിംഗ എന്നാണ്. തണ്ണിമത്തല്ലേ പിശാലിംഗ. ആർക്കെ ഇവിടെ പിയാണിങ്ങ ആണോ? പിയാണിങ്ങ. പിശാനിങ്ക. പിശാനിങ്ക. ഗെയിമർ പിശാനിങ്ക. ഓരോ നാട്ടിലും ഓരോ ജില്ലയിൽ അല്ല, ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ ജില്ലയിൽ. അതാണ് ആർ കെ ബ്ലോഗ്. ആർ കെ ബ്രോ. അതാണ് ആർ കെ ബ്രോ എന്ന് പറയുന്നത്. വല്ല കട്ടപ്പാൽ വാങ്ങിയിട്ട് ആപ്പിളോ അല്ലെങ്കിൽ ചിക്കു സപ്പോർട്ടോ മറ്റേ
എന്തെങ്കിലും വേറെന്തെങ്കിലും മൈസൂർ പഴം വാങ്ങിയിട്ട് നല്ല കട്ടപ്പാലിട്ട് അടിച്ചിട്ട് കുടിച്ചിട്ടുണ്ട്. തണുപ്പ് നല്ല ശരീരത്തിൽ കയറും. ആർക്കെ ബ്ലോക്ക് ഇവിടെ ബിയാണിങ്ങ എന്ന് വെച്ചാൽ തോരനും മെഴുകു പുരട്ടിയും ഒക്കെ വെക്കുന്ന ഒരു സാധനമാണ്. പച്ചാളം കുടിക്കുന്നത് ഇവിടെ ബിയാണിങ്ങ എന്ന് വെച്ചാൽ തോരനും മെഴുകു പുരട്ടിയും ഒക്കെ വെക്കുന്ന സാധനമാണ്. ഇവിടെ ബിയാണിങ്ങ എന്ന് വെച്ചാൽ തോരനും മെഴുകു പുരട്ടിയും ഒക്കെ വെക്കുന്ന ഒരു സാധനമാണ്. ആർക്കെ ബ്ലോക്ക് പറയുന്നത്. ഗെയിമർ ഇവിടെ ഇവിടെ ആക്ക് പകരം ഷാ ആണ്. വിഷാനിങ്ക അവിടെ യാക്ക് പകരം ഷാ ആണ്. വിഷാനിങ്ക കുടിക്കണം, കുടിക്കണ്ട. ഞാനൊരു ദിവസം ഒരു 3, 4, 5, 6 കുപ്പി വെള്ളം കുടിക്കും, പച്ചവെള്ളം. മറ്റേ സ്മോൾ അടിയൊന്നും അങ്ങനെ ഇല്ല. മുമ്പെല്ലുണ്ടായിനി, ഇപ്പം അങ്ങനെ ഇല്ല. സ്മോള് മുമ്പെല്ലാം അടിക്കും ഒറ്റയ്ക്ക്. ആർക്കും മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരണം വീട്ടിലുമ്പോൾ 2 പക്കൽ അടിച്ചിട്ട് പോകും. ഞാൻ വല്ലാണ്ട് ഇതാവും. മുമ്പിലൊക്കെ സാധനം കഴിക്കുന്നുണ്ട്, ഇപ്പം കുറവാണ്. നമ്മൾ ഗോവയിലെ ടൂർ പോയ മുമ്പ് വെള്ളം കുടിച്ച് തീരാത്തേ ഉള്ളൂ കേരള ജനത. വെള്ളം കുടിച്ചു തീരത്തേ ഉള്ളൂ കേരള ജനത. ഇപ്പം വെള്ളടിയൊന്നും അങ്ങനെയില്ല. പിന്നെ നമുക്ക് ഇതെല്ലാം കിട്ടലുണ്ട്. കുടിയെല്ലാം ഉണ്ടാകലുണ്ട്. കുടിയലും കരയിലും വരുമ്പം വീട്ടിൻ്റെ വിളിക്കും. വിളിച്ചിട്ട് ജോലിക്ക് ഒരു പണിക്കാരെല്ലാം ഇങ്ങനെ വേറെ തന്നെ വിളിക്കും. എന്നിട്ട് അവർ ഹാളിൽ എവിടെയും കൊണ്ടുപോയിട്ട് സാധനം ഉണ്ടാവും, നിങ്ങൾ കഴിക്കും. ഓവറായി കഴിക്കൂല. അവർ 2, 3 പേർക്കില്ല, അത്രയില്ല. 2, 3 പേർക്ക് കഴിക്കും. മദ്യം മനുഷ്യനെ നശിപ്പിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഇതൊക്കെ അടിക്കും. ഇതൊക്കെ ഒരു തമിഴ് സോങ് പാട്. വിടക്കാറ്റ്. ഗെയിമർ ചിരിക്കുന്നു. ചൂട് സമയത്ത് അടിച്ച ഉള്ള മൂടും കൂടെ പോകും. ചൂട് സമയത്ത് അടിക്കാൻ പാടില്ല. ചൂട് സമയത്ത് അടിച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. ചൂട് സമയത്ത് അടിച്ച ഉള്ള മൂടും പോകും. വൈബ് ആക്ട്. മഴ സമയത്ത് കഴിക്കാൻ നല്ല തണുപ്പനം മാറും. മഴ സമയത്ത് 2 പകൽ വെച്ചാൽ നല്ല സുഖമായിരിക്കും. ചൂടും തണുപ്പിലെല്ലാം 2 പകൽ കെട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ചൂട് വരും. പണി സൈറ്റ് മറ്റേ കുടിയലും കാര്യം വരുമ്പോൾ സാധനം വാങ്ങി വെക്കും. നല്ല ഫുഡെല്ലാം ഉണ്ടാവും. പണിക്കാർക്ക് വേറെ തന്നെ ഒരു ഇത് ചെയ്യും. ഗെയിമർ ആർക്കെ ഇപ്പോൾ അല്പം കൂടുതൽ അടിച്ചാൽ ഒന്നും അറിയാതെ കിടന്നു ഉറങ്ങാം. ഇനി ഞാൻ തണുപ്പായിട്ട് കഴിക്കും.
അധികം അടിച്ചാൽ കിടന്നുറങ്ങാം. പിന്നെ ഈ ബ്രാൻഡി അടിച്ചു കഴിഞ്ഞാൽ എന്നറിയാം, ഈ ബ്രാൻഡി കഴിക്കുമ്പോൾ ഭയങ്കര തലവേദന എടുക്കും. തലവേദന എടുക്കും ബ്രാൻഡി കഴിച്ചാൽ. ഞാൻ ബ്രാൻഡി കഴിക്കലും കുറവാണ്, റമ്മെല്ലാം കഴിക്കുന്നുണ്ട്. റമ്മ് ഗോവയിലൊരു ടൂർ പോയിട്ട് പൂരട്ടിയാണ് കുളിക്കുക ചെയ്ത് മറ്റേ വെള്ളത്തിൽ. അവിടെ പിന്നെ പൈസ കുറവല്ലേ. 2-3 പ്രാവശ്യം പോയിന് ഗോവയിൽ ടൂറിന് മുമ്പ്. അത് ചെറിയ പൈസയിലാണ്. നല്ല ബീച്ചിലും കറക്കം തന്നെ. 7 ബീച്ചുണ്ട്, 7 ബീച്ചിലും കറക്കം തന്നെ. ഒരാഴ്ചയിലും നിന്നിട്ട് വരുത്തണം. ഒരാഴ്ച നിൽക്കും ഗോവയിൽ റൂം എടുത്തിട്ട്. നമ്മൾ ചങ്ങായിമാരിലായിട്ട് പുറത്തു പോകും. ആർക്കെ കൊടുക്കും. ബട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നതല്ലല്ലോ. ഉറങ്ങുന്ന ഈ സാധനം തലച്ചോറിനെ മയക്കി ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തലവേദന, ക്ഷീണം ഉപയോഗിച്ച് കൂടുതൽ. ഇത് കൂടുതൽ ഇരിക്കുന്ന ഈ ബ്രാൻഡി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവം. ഇത് റം അടിച്ചാൽ എങ്ങനെ ഉണ്ടാവില്ല. ഈ ബ്രാൻഡിയും ബിയറിനും കഴിച്ചാലുണ്ടാകുന്ന ഈ തലവേദന. റമ്മ് കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ 5 മണിയാകുമ്പോൾ എണീക്കും. വയറ്റിൽ നല്ല ക്ലിയറായി പോകും. അതാണ് ഈ റമ്മിൻ്റെ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അടിച്ചാൽ അങ്ങ് 1 കിലോമീറ്റർ അറിയും റമ്മടിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വോഡ്ക, റം, ഈ ടൈപ്പ് ടീംസ് ആണ് കൂടുതൽ യൂസ് ആക്കാറ്. ഞാൻ വോഡ്ക, റമ്മ്, ഈ ടൈപ്പ് ഐറ്റംസ് ആണ് കൂടുതൽ യൂസ് ആക്കാറ്. വോഡ്ക തലവേദന ഇല്ലാന്ന് തോന്നുന്നു. വോഡ്ക തലവേദന കുറവാണ്. നമുക്ക് പല ലേവലും ഇല്ല വോഡ്ക അല്ലേ. നാരങ്ങേൻ്റെ, പച്ച മാങ്ങേൻ്റെ, മറ്റേ ഓറഞ്ച്, എല്ലാം കണക്ക് തന്നെ. കിക്ക് എല്ലാം കണക്ക് തന്നെ. കിക്ക് ആദ്യം ഗെയിമർ ഉറക്കം എണീക്കുമ്പോൾ വാൾ വയ്ക്കും. ഉറക്കം എണീക്കുമ്പോൾ വാൾ വെക്കും. ഇത് ഞാൻ എത്ര കഴിച്ചാലും വാൾ വെക്കുന്ന പരിപാടിയില്ല. വാൾ വെക്കുന്ന സംഭവമില്ല. അങ്ങനെയുണ്ട്. എത്ര സാധനം കഴിച്ചാലും വാൾ വെക്കില്ല. വോഡ്ക തലവേദനയല്ല, ക്ഷീണം, പിന്നെ അസ്ഥികളിൽ ഒരു തരം നൊമ്പരമാണ്. വോഡ്ക തലവേദനയല്ല, ക്ഷീണം, പിന്നെ അസ്ഥികളിൽ ഒരു തരം നൊമ്പരമാണ്. പിന്നെ റമ്മ് നല്ല കുറച്ച് ഒരു ഇതിലെ സാധനം ഞാൻ അധികം കഴിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഓൾഡ് മങ്കും ഇത് ഓൾഡ് കസ്പം മുമ്പിൽ കഴിക്കുന്ന റമ്മ്. ഇപ്പം കഴിക്കില്ല. മുമ്പ് ഞാൻ ഓൾഡ് മങ്കും ഓൾഡ് മങ്കും ഓൾഡ് കസ്പം. ഞാനും വെക്കോണിൽ ഉറങ്ങുന്നതിന് മുന്നേ പിറ്റേന്ന് നോ പ്രോബ്ലം. ഇപ്പം അടിക്കാത്ത ആരുമില്ല, എല്ലാവരും കഴിക്കപ്പ. സാധനം അടിക്കാത്ത ആരും. ഇപ്പം എല്ലാ ചെറിയ കുട്ടികളൊരു സാധനം അടിക്കും. ഗെയിമർ. ബട്ട് ഞാൻ ഉറക്കത്തിന് ഇടയിൽ വാൾ വയ്ക്കാൻ
ഓടുന്നത്. ഓടുന്നത് ആ ബട്ട് ഞാൻ ഉറക്കത്തിന് ഇടയിൽ വാൾ വെക്കാൻ ഓടുന്നത്. ഞാൻ ഇപ്പം വാൾ വെക്കാനാ. ഉറക്കത്തിനിടയിൽ വാൾ ഇപ്പം വെക്കാനാ. ബട്ട് ഞാൻ ഉറക്കത്തിന് ഇടയിലാണ് വാൾ വെക്കാൻ ഓടുന്നത്. ഞാൻ ഗെയിമർ ഇപ്പം കഴിച്ചിട്ടുണ്ടാ. നമ്മളെ മറ്റേ കണ്ണമ്പ്ര വന്നാൽ അധികം എന്നെ തമാശ വെക്കലുണ്ട്. എന്താ വെച്ചാൽ ലൈവ് ചെയ്യണമെങ്കിൽ രണ്ട് മറ്റേ ജവാൻ കട്ടക്കടിക്കും എനിക്ക് ലൈവ് ചെയ്യും. എന്നാലും ഒരു ഉഷാർ കിട്ടുമെന്ന് പറയും. എപ്പം വന്നാൽ പറയും തമാശ. ഇപ്പോൾ കാണുന്നില്ല കണ്ണമ്പ്രവനെ എന്തെങ്കിലും ആടെ പൊങ്ങി ഗൾഫിലാണ്. കുക്കിൻ്റെ ജോലിയാണ്, കുക്കറാണ് കുക്കിങ്ങിൻ്റെ. ഇപ്പോൾ അല്ല, ഇപ്പോഴല്ല ഗെയിമർ, ഇപ്പോഴല്ല. ഇപ്പോഴല്ല ഞാൻ കല്യാണം വരുമ്പം ഒരു മരണം നടക്കുമ്പോൾ സാധനം അങ്ങനെ കഴിക്കും. എന്നാലും ഇത് കിട്ടും നമുക്ക്. എൻ്റെ ഇതാ പറഞ്ഞാൽ JD കൊള്ളാം ബ്രോ, സൂപ്പർ ഐറ്റം ആണ്, ഫോറിൻ ആണ്. അത് JD വിസ്കിയ അല്ല, മറ്റേ വിസ്കിയ ബ്രാൻഡിയ റമ്മ സ്കോച്ചാണ്. JD ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വില കൂടിയതല്ല, ഏറ്റവും നല്ല മുന്തിയ സാധനം നാട്ടിൽ നിന്ന് കഴിച്ചത് ഒരു ഫംഗ്ഷന് കിട്ടിയാണ്. ഫംഗ്ഷന് കുടിയൻ്റെ അതിൽ പോയ സമയത്ത് ഒരു ഗൾഫുകാരൻ തന്നെ, മറ്റേ ജോണി വാക്കർ കുറേ മുമ്പാണ്. ഞാൻ പണിക്കാരുണ്ടായി. നമ്മൾ 2 ഉള്ളം കൊണ്ടെത്തി. നമ്മൾ പയ്യന്മാർ കൂടുതൽ അടുക്കുന്നത് ക്രിസ്മസ്, ഓണം ഫങ്ഷനിൽ ഒക്കെ ആണ്. അതെ, വിശേഷ ദിവസം വരുമ്പോൾ അടിക്കും. ഞാൻ തന്നെ വിശേഷ ദിവസം വരുമ്പോൾ സാധനം അടിക്കും. വിശേഷ ദിവസം വരുമ്പോൾ JD എന്ന് വെച്ചാൽ ജാക്ക് ഡാനിയൽ. JD എന്ന് വെച്ചാൽ ജാക്ക് ഡാനിയൽ. JD ആർക്കെ JD ക്വസ്റ്റ്യനാണ്. JD ക്വസ്റ്റ്യനാണ്. JD കോസ്റ്റിയാണ്. JD കോസ്റ്റിയാണ്. വില കൂടിയ സാധനമാണ്. ഭയങ്കര VIP വില അടിക്കുന്ന സാധനമാണല്ലേ, കോസ്റ്റിയാണ്. അപ്പോൾ അത്ര പൈസ ഉണ്ടാവും. ഷോർട്ട് ഫ്രം സ്വല്പം മാഹി അതാ നല്ലത്. ഷോർട്ട് ഫിലിം മാഹി അതാ നല്ലത്. മാഹിയിലാണ് ഫുൾ മദ്യം ചെയ്ത് ചാനലിനെ ബാധിക്കൂലേ? ഫുൾ മദ്യം ബിസിനസ് ചെയ്ത് ചാനലിനെ ബാധിക്കൂലേ? ഇത് ആരും മേലിരുന്ന് കേട്ടിട്ട് വേറെ ലൈവിൽ പോയിട്ട് പറയും ലൈവാണ്, വലിയ കുടിയനാണ്. അങ്ങനെയുണ്ടാവും ചിലപ്പോൾ. ആരെങ്കിലും ഒരാൾ കേട്ടിട്ട് വേറെ ചാനലിൽ പോയിട്ട് വലിയൊരു കുടിയനാണ് ലൈവ് എടുത്തത്. അതേയാക്കുമ്പോൾ നമുക്ക് ഫോണിൽ നിന്നുള്ള ഒരു പ്രോ അയച്ചതാണ് JD.
ആ വേറെ ഗൾഫിൻ്റെ ആൾ അയച്ചു തന്നു. ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജൂറീസ് ഹെൽത്ത്. ആ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ മേലുന്ന ലൈവ് കണ്ടിട്ട് വേറൊരു ലൈവ് പിറ്റേ സംഭവിച്ചില്ല. ഇന്നലെ ഒരു ചർച്ചയുണ്ടായി. എന്താ ആ രാജേഷ് ഭവൻ്റെ ചാനൽ വേറും വിഷയം തന്നെ, മറ്റേ ഡ്രിങ്കിനെ പറ്റി. വലിയ കുടിയരാൻ തോന്നുന്നു. ഡ്രിങ്ക് ആൽക്കഹോൾ ഈസ് ഇൻജൂറീസ് ഹെൽത്ത്. ഞാൻ മുമ്പ് കഴിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുന്നതാണ്. ആണുങ്ങളാകുമ്പോൾ കഴിക്കും, അതിൽ സാധാരണ. എനിക്കും ഇടയ്ക്ക് കിട്ടും. UK UAE ഒക്കെ ഫ്രണ്ട്സും വരുമ്പോൾ കൊണ്ടുവരും. നിങ്ങൾക്ക് അങ്ങനെ ഭാഗ്യമുണ്ട്, നമുക്ക് അങ്ങനെയും ഭാഗ്യമില്ല. ആർക്കും പോയതല്ലോ. എനിക്ക് ഇടയ്ക്ക് കിട്ടും. UK ഫ്രണ്ട്സും വരുമ്പോൾ ഒക്കെ, UK നിന്ന് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ കൊണ്ടുവരും. പാസ്പോർട്ട് ഈസ് മൈ ഫേവറേറ്റ്. ആ പാസ്പോർട്ട് ഈസ് മൈ ഫേവറേറ്റ്. ആ പാസ്പോർട്ട് സാധനം അല്ലേ, പാസ്പോർട്ട് ഈസ് മൈ ഫേവറേറ്റ്. ഓ നിങ്ങൾ മെയിൻ സാധനം പാസ്പോർട്ട്. നമ്മളാകെ ഈ പാസ്പോർട്ടും നടത്തുന്ന ചെടി കീടി വരുമ്പോൾ നമ്മളാകെ കഴിച്ചിട്ടുണ്ടാവും ജവാൻ. ജവാന് മുമ്പത്തെ ഇതെല്ലാം കഴിച്ചത്. മുമ്പത്തെ മറ്റേ ജവാന് പണ്ടിലെ സാധനമാണ് വിക്ടോറിയ. മുമ്പ് വിക്ടോറിയ സാധനമുണ്ട്, വിക്ടോറിയ. KS എൻ്റെ അമ്മോ, KS കരിറമ്മ, KS ഗെയിം ലവർ. അതിന് എന്താ കുഴപ്പം ബ്രോ? നമ്മുടെ ക്യാഷ് നമ്മൾ കൊടുക്കുന്നതിന് അവർക്ക് എന്താ പ്രശ്നം? അവർ ക്യാഷ് തന്നിട്ടില്ലല്ലോ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു. ആ ക്യാഷ് അത് പ്രശ്നമൊന്നുമില്ല. അല്ല വേറെ ആരെങ്കിലും ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഈ ഇവിടെ നടക്കുന്ന കാര്യം അപ്പുറം പോയി പറയും, അപ്പുറം നടക്കുന്ന കാര്യം ഇവിടെ വന്ന് പറയും. അങ്ങനെയുള്ള ടീമുകളുണ്ട്. ഈ പെണ്ണുങ്ങളെ സ്വഭാവമില്ല ആൺകുട്ടികളും ഉണ്ട്. ആടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, അങ്ങോട്ട് പോയി പറയും. അതൊരു തരം ഒരു ആണും പെട്ടെന്ന് കെട്ട സ്വഭാവമാണ്. ഇതെല്ലാം ആണുങ്ങൾക്ക് കുടിക്കുന്നെങ്കിൽ ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നതിനാണ്. കള്ളോടീസ് കെട്ടി വരും. ആർക്കും അത് കിടിലാണ്. ഒരു ദിവസം 2 എണ്ണം വീതം അടിക്കണം. 2 ദിവസം കൊണ്ട് മുഖം കീറിയെന്ന് ഗ്ലാമറാകും. ആ ഗ്ലാമർ വെക്കണമെങ്കിൽ മറ്റേ വൈനടിച്ചാൽ മതി. വൈന് കുറഞ്ഞത് അടിച്ച ഗ്ലാമർ പോകും, കൂടിയത് അടിച്ച ഗ്ലാമർ വരും. ആ കുറഞ്ഞത് അടിച്ച അതാണ് നമ്മൾ ഗ്ലാമർ വന്നു. നമ്മൾ ജവാൻ അടിക്കും, ജവാൻ അടിച്ചിട്ടാണ്. ജവാൻ അടിച്ച ഭയങ്കര സ്ട്രോങ് സാധനമാണ്. കുടുംബശ്രീയിൽ അമ്മനങ്ങൾ എല്ലാവരും മുകളിലുണ്ട്. ആ കുടുംബശ്രീയിൽ ആണുങ്ങളെല്ലാവരും മുകളിലുണ്ട്. അത് ഇങ്ങനെ ചിലരുണ്ട്. ഒരു ലൈവ് വന്നിട്ട് ഇങ്ങനെ കേട്ടത് അപ്പുറം പോയി തുമ്മും ഇപ്പുറം പോയി തുമ്മും. അതിന് മോശ സ്വഭാവം. അമ്മ ഇവിടെ കേട്ടും ഇവിടെ തീർന്നു. നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇപ്പോൾ ലൈവ് ഉണ്ടാകുമ്പോൾ വേറെ പറ്റി പോയി പറയില്ല. അങ്ങനത്തെ ഇവിടെ കേട്ട് ഇവിടെ തീർന്നു. ഇതെല്ലാം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും സാധനങ്ങളാണ്. ആണുങ്ങളാകുമ്പം വെള്ളം കുടിക്കുക, പെണ്ണാറ്റാകുമ്പോൾ ആണല്ലേ, ഇതെല്ലാം സ്വാഭാവികമാണ്. നമ്മളെ വയസ്സിൽ കൊടുക്കുന്ന സാധനത്തിനെ പറ്റി പ്രശ്നമില്ല.
മുമ്പ് വലിയ ഇതാ ചെയ്ത സിഗരറ്റ് വലിയ ആശാൻ എന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾ രണ്ടാൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഞാൻ വലിക്കുന്ന സിഗരറ്റിൻ്റെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരു ദിവസം 2 പാക്കറ്റ് വലിക്കും. ഗെയിമർ ബിയർ കുടിച്ചാൽ വണ്ണം വയ്ക്കും എന്ന എൻ്റെ ഒരു ഫ്രണ്ട്സോട് പറഞ്ഞു. അവൻ ഒരു ബോട്ടിൽ ഫുള്ളടിച്ചു. കുടിച്ചിട്ട് 2 ആഴ്ചയെങ്കിലും എന്നോട് പറയുക, ബിയർ കുടിച്ച ടൈമിൽ മാത്രം കയ്യാൽ അല്പം വേണം വെച്ച്. പിറ്റേന്നായപ്പോൾ ആ വണ്ണം കുറഞ്ഞു വന്നു. ബിയർ കുടിക്കുന്ന സമയത്ത് വണ്ണം വെച്ച് കുടലം വീർത്ത് ഇപ്പം ബിയറെല്ലാം കുടിച്ച് കഴിഞ്ഞ് ആ വണ്ണം കുറഞ്ഞു എന്ന്. അത് ബിയർ കഴിക്കുമ്പോൾ എന്നറിയാം ഈ വണ്ണം വെക്കുന്നത്. ബിയർ കുടിച്ചാന്നൊക്കെ വെച്ചാൽ ഭയങ്കര വിശപ്പായിരിക്കും. പെഗ് കുടിച്ചതിനെക്കാട്ടി വിശപ്പുണ്ടാകുന്ന തോന്നുന്നു. ഭയങ്കര ഒടുക്കത്തെ വിശപ്പായിരിക്കും ബിയർ കുടിച്ചാൽ. നല്ല ടേസ്റ്റും കിട്ടും ആ ഫുഡ് കഴിക്കുമ്പോൾ. ബിയർ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അത്രയും വിശക്കും, അതുകൊണ്ടാണ് ടേസ്റ്റ് വരുന്നത്. അന്നേരമാണ് ഈ വണ്ണം വെക്കുന്നത്. നമുക്കങ്ങനെ തോന്നുന്നു. എരിഞ്ഞു കയറും തീ. എരിഞ്ഞു കയറും തീ. എരിഞ്ഞു കയറും കയറും. ബിയർ മുമ്പ് ഇതന്നെയാണ് കിങ്ഫിഷറും കല്യാണി. ഇപ്പോൾ കല്യാണി കമ്പനി കൂട്ടിയാന്നറിയില്ല. കല്യാണിൻ്റെ ബിയറൊന്നും കാണുന്നില്ല. കല്യാണി ഇപ്പോൾ ടിൻ ബോട്ടലാണ്. കിങ്ഫിഷറും ടിൻ ബോട്ടലും. പിന്നെ വേറെ എന്താ 555, 999 എന്തെല്ലോ സാധനം ബിയറുണ്ട് ഇപ്പോൾ. ആ പച്ചക്കുപ്പിയിലെ ഗെയിമർ RK ബ്രോ പോയോ? എന്നാ ഗെയിമറെ ലൈവ് സ്റ്റോപ്പ് ചെയ്താലോ? ഗെയിമർക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ? കുറേ സമയം വന്നിട്ട് അല്ലേ? ഓൺ അടിക്കുന്നൊന്നും ഇല്ല ബ്രോ. ഡെയിലി അടിക്കുന്നൊന്നും ഇല്ല ബ്രോ. അതെ ഞാൻ പറയുന്നത്, ലൈവ് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് നാളെ വിനിയം ബ്രോൻ്റെ ലൈവിൽ കാണാം അല്ലേ? അപ്പോൾ നാളെ നമുക്ക് വിനിയം ബ്രോൻ്റെ. ഓക്കെ ബ്രോ. അപ്പോൾ ഇത്രയും സമയം വന്ന് സപ്പോർട്ട് ചെയ്ത 2 പേർക്കും ഒരുപാട് താങ്ക്സ്. RK ബ്ലോഗിനും ഗെയിമർ ബ്ലോഗിനും എൻ്റെ താങ്ക്സ്. അപ്പം നാളെ തീർച്ചയായിട്ടും നമുക്ക് വിനിയം ബ്രോൻ്റെ ലൈവിൽ കാണാം. ഓക്കെ. ഗുഡ് നൈറ്റ് പറയണ്ടേ? ഗുഡ് മോർണിംഗ് പറയണ്ടേ? ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഒന്നും വേണ്ട ബ്രോ, സ്നേഹം മാത്രം മതി. അത് നമ്മളിത് പറയുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ലൈവിൽ പോയി കഴിഞ്ഞിട്ട് ഇത്രയും പെട്ടെന്ന് നമ്മൾ കട്ടാക്കാൻ പറ്റില്ല. ഒരാൾ ലൈവിൽ വന്നാൽ നമുക്ക് ആ വ്യക്തിയോട് നമുക്ക് റെസ്പെക്റ്റ് കാണിക്കണം. ഇത്രയും ലൈവിൽ വന്നിട്ട് നമ്മൾ ഒന്നും പറയാണ്ട് അങ്ങനെ നമ്മൾ ഒരു ബഹുമാനം കൊടുക്കേണ്ട അങ്ങനെ പോക്കണ്ട. ഗുഡ് നൈറ്റ് ബ്രോ. അതെ. അപ്പോൾ ഗെയിമർ RK ബ്ലോഗിന് 2 പേർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം 2 പേർക്കും.